മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവമോ? ഈ വാക്യം എല്ലാ മലയാളിക്കും ചിരപരിചിതമാണെന്ന് ഞാൻ കരുതുകയാണ്. രമണൻ എന്ന വിശേഷാൽ കൃതിയുടെ 12ാമത്തെ പതിപ്പിന് അവതാരിക എഴുതിക്കൊണ്ട് മലയാളത്തിലെ നിരൂപക മുത്തച്ഛൻ ജോസഫ് മുണ്ടശ്ശേരി ചോദിച്ച ചോദ്യമാണിത്. മധുര നാരങ്ങ പോലെ വിറ്റഴിയുന്ന രമണനെ അതിശയകരമായി നോക്കിക്കണ്ടുകൊണ്ടാണ് മുണ്ടശ്ശേരി ഈ ചോദ്യം ഉന്നയിച്ചത്. ഇന്ന് ഒപ്പം എന്ന പരിപാടിയിൽ നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് ശ്രീ ബാബു എബ്രഹാമാണ്. അദ്ദേഹത്തിൻ്റെ കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം അത്ഭുതകരമായി വിറ്റഴിയുകയാണ്. കേവലം 23 ആഴ്ച കൊണ്ട് 28 പതിപ്പിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭൂമി മലയാളത്തിലെ ചരിത്ര സംഭവമാണ്. സ്വാഗതം സാർ. നമസ്കാരം സാർ, ഞാനിപ്പോൾ സൂചിപ്പിച്ചല്ലോ ഇൻട്രഡക്ഷനിൽ, എന്തൊരു അത്ഭുതകരമായ വിൽപ്പനയാണിത്. ഇതിനെ പ്രചുര പ്രചാരം എന്ന വാക്കുകൊണ്ടൊന്നും വിശേഷിപ്പിച്ചാൽ പോരാ. അത്ര കണ്ട് വേഗത്തിൽ പഞ്ഞിക്കെട്ടിന് തീ പിടിക്കുന്നത് പോലെയാണ് സത്യത്തിൽ ഈ പുസ്തകം കത്തിപ്പടരുന്നത് കേരളത്തിൽ. അതിലേറെയും വായിക്കുന്നത് ചെറുപ്പക്കാരാണെന്ന് മാതൃഭൂമിയുടെ സർവേയും പറയുന്നു. സാർ, എന്താണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ? അതിൻ്റെ എഴുത്തിലെ വിശേഷങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ഈ പ്രചരണത്തിൻ്റെ അല്ലെങ്കിൽ ഇത് വിൽറ്റഴിയുന്നതിൻ്റെ പിന്നിലെ രസതന്ത്രം എന്താണ്? കാരണം ഈ പുസ്തകം എഴുതിയത് പോലും എൻ്റെ മക്കൾക്ക് വായിക്കാനാണ്. അവർ ജൻസിയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാർ പലപ്പോഴും നമ്മൾ ഏത് വഴികളിലൂടെയാണ്, എന്ത് കഷ്ടപ്പാടിലൂടെയാണ്, എന്ത് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു വന്നത് എന്ന് പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അവരുടെ ഭാഷയും നമ്മുടെ ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിത് ഈ കുട്ടികളിലേക്ക് എത്തിച്ചപ്പോൾ കുട്ടികളോട് സംസാരിക്കുന്ന ഭാഷയിൽ പറഞ്ഞു, അവർക്ക് പരിചിതമായ വാക്കുകൾ ഉപയോഗിച്ചു. ഒട്ടും കഠിനമായ പദങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ തന്നെ വായന സുഖം, ഒരു റീഡബിലിറ്റി ഇതിനകത്ത് ഒരു ഘടകമാണ്. റീഡബിലിറ്റി മാത്രം കൊണ്ട് ചെറുപ്പക്കാർ വായിക്കില്ല, പക്ഷേ അവരെ പിടിച്ചിരുത്തുന്ന ഒന്നുണ്ടാവണം. ഇതിൽ പറയുന്ന ജീവിത കഥകളെല്ലാം അവരുടെ മാതാപിതാക്കൾക്കോ അവരുടെ മുൻപുള്ളവർക്കോ ഒക്കെ ഇവർ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ കുറ്റപ്പെടുത്തലുകളില്ലാതെ ഭൂതകാലത്തിൽ നമ്മുടെ നടന്നു വന്ന വഴികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരത് കേൾക്കാൻ തയ്യാറായി, അവരത് സ്വീകരിച്ചു. അവരൊരാൾ വായിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 പേരോട് പറയുക. അങ്ങനെയാണ് ഇതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത്. ഈ മുതിർന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു 40, 50, 60 വയസ്സുള്ളവർക്ക് അല്ലെ 70 വയസ്സുള്ളവർക്ക് അവർ ഓൾറെഡി ഒരു ജൂൺ മാസം വരെ അവരായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഒരു ജൂലൈ തുടക്കത്തിൽ നമ്മൾ ഓൾറെഡി 7ാം പതിപ്പിലായിരുന്നു. ആ സമയത്ത് VD സതീശൻ സാർ ഇതിനെക്കുറിച്ച് വായിച്ചിട്ട് അത് സ്കൂളിലെ കുട്ടികൾക്ക്, +2 കുട്ടികൾക്ക് സമ്മാനമായി നൽകുകയുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു മുന്നേറ്റം, പെട്ടെന്ന് തന്നെ ഒരു 4 പതിപ്പ് മുമ്പോട്ട് പോവുകയുണ്ടായി. അതിലൂടെ സ്കൂൾ കുട്ടികളിൽ കുറേ പേര്, +2 തലങ്ങളിലുള്ളവർ ഇത് വായിക്കാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് ചെറുപ്പക്കാരുടെ അടുത്തേക്ക് ഈ വായന എത്തിയപ്പോഴാണ് ഇത് ശരിക്കും 25 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ഇത് പുസ്തകം ഏറ്റെടുത്തോടുകൂടിയാണ് ഇതിന് പ്രചാരം ലഭിച്ചത്. തുടക്കത്തിൽ VD സതീശനായിരുന്നു ഇതിന് വലിയൊരു പ്രൊമോഷൻ നൽകിയത്. സത്യത്തിൽ അതിനുശേഷം M സ്വരാജ് ഉൾപ്പെടെ, ശൈലജ ടീച്ചർ ഉൾപ്പെടെ, പാർട്ടിയുടെ സെക്രട്ടറി ബഹുമാനായ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അങ്ങേ വിളിച്ചു എന്നൊക്കെ കേൾക്കുന്നു. അതൊക്കെ ശരിയാണ്? ശരിയാണ്. സ്വരാജ് വിളിച്ചിട്ടില്ല. സ്വരാജ് പലയിടങ്ങളിലും ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു എന്നറിയാൻ സാധിച്ചു. ഗോവിന്ദ മാസ്റ്ററിനെ ഓണത്തിൻ്റെ തലേന്ന് വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് മാധവി അമ്മയുടെ ജീവിതത്തെ പോലെ തന്നെയാണ് പറയുന്നത്, ഇതിനകത്തെ മേരിയുടെ കഥ. ഞാൻ ചോദിച്ചു, അതാരാ മാധവി അമ്മ എന്ന്. അത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് എന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ പണ്ട് സാക്ഷാൽ ശിവഭഗവാനോട് പാർവതി ചോദിക്കുന്നുണ്ട്, എനിക്കൊരു കഥ പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ എന്ത് കഥ എന്ന് ചോദിച്ചപ്പോൾ പാർവതി പറഞ്ഞത്രേ, ഇതുവരെ ആരും പറയാത്ത കഥ. പിന്നെ അപ്പോൾ പാർവതി രണ്ടാമത് പറഞ്ഞു, ആ കഥയിൽ ഞാനുണ്ടാവണമെന്ന്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അങ്ങെഴുതിയതിലും. അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് അങ്ങനെ പറയില്ല, ആ കഥയിൽ ഗോവിന്ദൻ മാഷ് ഉണ്ടായാലും ഗോവിന്ദൻ മാഷിൻ്റെ അമ്മ ഉണ്ടാവണം. കാരണം ഗോവിന്ദൻ മാസ്റ്ററൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നമ്മൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ ഈ കക്ഷി രാഷ്ട്രീയ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരു ഭാഗവുമായിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഈ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നന്നായി പഠിക്കുന്ന ആളാണ്. ഞാൻ ഇവിടുന്ന് 26 വർഷമായിട്ട് പോയിട്ടെങ്കിലും. പക്ഷേ ഈ ഗോവിന്ദൻ മാസ്റ്റർക്ക് അദ്ദേഹം ഒരു ദിവസം എഴുന്നേറ്റ് ഒരു വലിയ വണ്ടിയിൽ കയറി വന്ന് AKG സെൻറ്ററിൽ ഇരുന്ന ആളല്ല. അദ്ദേഹത്തെ പോലൊരാൾക്ക് ഒരു പടവെട്ടലിൻ്റെ, അതിജീവനത്തിൻ്റെ, കഷ്ടതയുടെ, ഈ പറഞ്ഞതുപോലെ പട്ടിണിയുടെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ നന്ദികുന്നേൽ മേരി, അതായത് എൻ്റെ അമ്മയുടെ ജീവിതകഥ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നതാണ്. അതുപോലെ അതിലേറെ കഷ്ടപ്പെട്ടൊരു സ്ത്രീയാണ്.
അവർ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഈ പറഞ്ഞ ഗോവിന്ദൻ മാസ്റ്റർ അടക്കം. തീർച്ചയായിട്ടും ആ ദൈന്യതയുടെ വഴികളിലൂടെ ഒരുപക്ഷെ വി.ഡി. സതീശന് നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നടന്നവരുടെ കഥ അദ്ദേഹത്തെ മതിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹവും ഈ രീതിയിൽ ചിന്തിക്കാൻ. മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ മഹാന്മാരായ ആളുകൾ, നേതാക്കന്മാരൊക്കെ അങ്ങനെ ചിന്തിക്കുക. നമുക്ക് പുസ്തകത്തിലേക്ക് തിരിച്ചു വരാം സാർ. കമ്പിളികണ്ടത്തെ വക്ക് പൊട്ടിയ കൽഭരണികളിൽ ആരൊക്കെയോ കോരി നിറച്ച പച്ചവെള്ളം വീഞ്ഞായി മാറി, വീര്യമുള്ള വീഞ്ഞായി മാറി എന്ന് പുസ്തകത്തിൻ്റെ അവസാന വാക്യത്തിൽ അത് താങ്കൾ അതിശക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം ഈ ആശയം വേറെ വരുന്നുണ്ടെങ്കിലും സത്യത്തിൽ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ വക്ക് പൊട്ടിയ കൽഭരണികളിൽ നിറയ്ക്കപ്പെട്ടത് അത്രയും നന്ദികുന്നേൽ മേരിയുടെയും ഈ ബിന്ദുവിൻ്റെയും ജെസ്സിയുടെയും ഒക്കെ ലാലിയുടെയും ഒക്കെ കണ്ണീരായിരുന്നില്ലേ? അതുണ്ട്. നമ്മളെപ്പോഴും പറയേണ്ടത് അവരുടെ പരിസരത്ത് അവരോടൊപ്പം നമ്മൾ വരുന്നു. ഈ അത്ഭുതം സാധ്യമാണെന്ന് വിശ്വസിച്ചത് മേരി മാത്രമാണ്. ഇക്കാലത്തിലുള്ള കുട്ടികളെ പോലെ എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്ന ഒരു തലമുറ തന്നെയായിരുന്നു ഇതിനു മുമ്പും ഉണ്ടായിരുന്നിട്ടുള്ളത്. നമ്മൾ പറയും ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനക്കെട്ടിയില്ല, അവരെല്ലാത്തിനും തളർന്നു പോകും, അവർ പെട്ടെന്ന് മരണത്തിലേക്ക് പോകും, മരിക്കാൻ തീരുമാനിക്കുമെന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ തലമുറയിലുള്ളവരും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ അതിജീവിക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ ഈ മേരി എന്ന് പറയുന്ന മേരി വിശ്വസിച്ചു ഈ മക്കൾ വളർന്നു വരുമെന്നും അവർക്ക് വിജയിക്കാനാവുമെന്നും അവർക്ക് സാധ്യതകളുണ്ടെന്നും മേരി വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തുക, ഈ ജെസ്സിയും ലാലിയും ബിന്ദുവും ഞാനുമൊക്കെ. എന്നാൽ ഈ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുന്നത് മേരിയാണ് തുടങ്ങുന്നത്. മേരി നിറയ്ക്കുന്ന മേരിയുടെ കണ്ണുനീരും അവരുടെ വിയർപ്പും അവരുടെ അധ്വാനവും എല്ലാം വെള്ളമായി ഈ കൽഭരണിയിലേക്ക് വന്നാണ് വീഞ്ഞായി മാറുന്നത്. അതോടൊപ്പം തന്നെ ലാലി 6ാം ക്ലാസ്സിൽ തോറ്റതിന് ശേഷം 12ാം വയസ്സ് തൊട്ട് അമ്മയോടൊപ്പം കൂലിപ്പണി ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ ലാലിയുടെ കണ്ണുനീരും വിയർപ്പും എല്ലാം ഈ കൽഭരണിയിലുണ്ട്. ജെസ്സിയുടേതുണ്ട്, ബിന്ദുവിൻ്റേതുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു വശത്ത് മാത്രം നിന്ന് കഴിയുമ്പോഴേക്കും യഥാർത്ഥത്തിൽ കൽഭരണികൾ അപ്പോഴും പൂർണ്ണമായി നിറഞ്ഞിട്ടില്ല. മേരി അതിനെ ആ വക്ക് പൊട്ടി ചെളിപൂണ്ട് കിടന്നിരുന്ന കൽഭരണികളെ കഴുകിയെടുത്ത് വെടിപ്പാക്കി അതിൽ വെള്ളം നിറച്ചു തുടങ്ങുകയും കുടുംബത്തിൽ നിന്ന് നിറഞ്ഞത് കഴിഞ്ഞ് നമ്മൾ കണ്ടുമുട്ടിയ കുറേ നല്ല മനുഷ്യരുണ്ട് ജീവിതത്തിൽ. അതിൽ അധ്യാപകരുണ്ട്, വൈദികരുണ്ട്, മെത്രാന്മാരുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്. നമ്മൾ മോശപ്പെട്ടവരെയോ മുറിപ്പെടുത്തുന്നവരെയോ മാത്രമല്ല ലോകത്തിൽ കാണുന്നത്. പലപ്പോഴും നന്മകളെ നമ്മൾ കാണാതെ പോകും. നമുക്ക് കിട്ടിയിരിക്കുന്ന വേദനകളെക്കുറിച്ച് നമ്മളെന്നും ധ്യാനിച്ച് അതിനെക്കുറിച്ച് ജൽപ്പനങ്ങൾ പറഞ്ഞുകൊണ്ട് നീങ്ങുമ്പോൾ പലപ്പോഴും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മാലാഖയെ പോലും കാണാതെ കടന്നു പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനെന്ന കൽഭരണിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരെന്ന കൽഭരണികളിലേക്ക് അമ്മയും മറ്റു പലരും ചേർന്ന് നിറച്ച വെള്ളമാണ് വീഞ്ഞായി മാറിയത്. അങ്ങയുടെ അമ്മ നന്ദികുന്നേൽ മേരി സത്യത്തിൽ ഇന്നും കമ്പിളികണ്ടക്കാർക്ക് മറക്കാനാവാത്തൊരു കഥാപാത്രമാണ്. പലരും എന്നോട് സംസാരിച്ചു ആ കഥാപാത്രത്തെക്കുറിച്ച്. അതിശക്തമായി അങ്ങ് അടയാളപ്പെടുത്തുകയും കോറിയിടുകയും ചെയ്തൊരു കഥാപാത്രം. ഒരുപക്ഷെ നോവലായിരുന്നുവെങ്കിൽ ഉറൂബിൻ്റെ ഉമ്മാച്ചു പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഹൈറേഞ്ചുകാരിയായ ഷീലാലാൽ എഴുതിയ ഏനം എന്ന നോവലിലെ സീതയെപ്പോലെ ഒക്കെ അതിശക്തമായൊരു കഥാപാത്രമാണ്. ഒരുപക്ഷെ ആർക്കും ഇതുവരെ പറയാൻ കഴിയാത്ത ഒരു സഹനത്തിൻ്റെ ഒരു ചരിത്രം എന്ന് മാത്രമല്ല, ഒരു സഹന പർവ്വം കൂടിയാണ്. എല്ലാം സഹിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണകിയെപ്പോലെ, മഹാഭാരതത്തിലെ പാഞ്ചാലിയെപ്പോലെ ഒന്നും വിട്ടുകൊടുക്കാത്ത അതിശക്തമായി പ്രതികരിക്കുന്ന സ്വഭാവവും എനിക്കുണ്ടായിരുന്നു. ഇത് രണ്ടും അങ്ങ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് വ്യക്തിത്വമാണ് ആ സ്ത്രീയെ ഒരു ഉഗ്ര കഥാപാത്രമാക്കി ഈ പുസ്തകത്തിൽ മാറ്റുന്നത്. അതെ, അത് സാർ നന്നായിട്ടാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. കാരണം മേരി, നമ്മൾ പറയും പല സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴേക്കും അവരെല്ലാം ബലഹീനരാണ്, അബലകളാണ്, ചബലകളാണ്, അന്തർജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളവരെ അന്തർജനമാക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ പുരുഷനോളമോ അതിലേറെയോ ശക്തിയുള്ളവരും അതിലേറെ കപ്പാസിറ്റി ഉള്ളവരും പെർഫോമൻസ് സ്പിരിറ്റ് ഉള്ളവരുമായിട്ടുള്ള നമ്മളെപ്പോലെ തുല്യരായവരോ നമ്മളിലേറെ കഴിവുള്ളവരോ അവരിൽ പലരുമുണ്ട്. പക്ഷേ അവരെ പുറത്തുനിന്ന് ആർക്കും ഈ ഒരു സ്ത്രീപക്ഷ സമരം നടത്തി ശക്തരാക്കാൻ പറ്റില്ല. ഈ ശക്തി വരുന്നത് ഒരു സ്ത്രീക്ക്, അത് പുരുഷനും അങ്ങനെ തന്നെയാണ്, ശക്തി ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുമ്പോൾ പിന്നെ ഒന്നിനും അവരെ പിടിച്ചു നിർത്താനാവില്ല. മേരി വളരെ ശക്തയായ ഒരു സ്ത്രീയാണ്. സാർ പറഞ്ഞ പോലെ ഒന്നും വിട്ടുകൊടുക്കാത്ത, അങ്ങനെ തന്നെ കമ്പിളികണ്ടത്തിലുള്ള ആളുകൾ പറയുകയുള്ളൂ, തൻ്റെടിയായ, ആർക്കും മുമ്പിൽ കൂയാത്ത ഒരു സ്ത്രീയാണ്. പക്ഷെ അതേസമയം തന്നെ അവർ വളരെ അനുകമ്പയുള്ളൊരു സ്ത്രീയായിരുന്നു. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരാളായിരുന്നു. അവരുടെ കാതിലെയും കഴുത്തിലെയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും വിഷമിച്ച് വരുന്നവർക്ക് അത് ഊരി കൊടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറയുന്നത്
ഉപേക്ഷിച്ചു പോയ ഭർത്താവിനെ 12 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ജീവിതത്തിൻ്റെ ദയനീയതയും കഷ്ടതയും കുറേ ഏറെ ഒരു നല്ല ഭാഗം വരെ തീർന്നു എന്ന് കഴിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ മക്കൾക്ക് അങ്ങനെ ഒരു അപ്പൻ്റെയോ ആവശ്യമില്ല എന്ന അവസ്ഥയിൽ അദ്ദേഹം മടങ്ങി വരുമ്പോഴും എൻ്റെ ഭർത്താവിനെ ഞാൻ സ്വീകരിക്കും എന്ന് പറയുന്ന ശക്തയായ ഒരു സ്ത്രീപക്ഷപാതിയും ഒരു സ്ത്രീപക്ഷത്ത് നിന്ന് പടപൊരുതിയ ഒരു സ്ത്രീയുമാണ് അവർ. അപ്പോൾ അവർ കോർത്തിണക്കുന്ന സാറ് പറഞ്ഞതുപോലെ ഒരു തൻ്റെ ഇടമുള്ള ഒന്നും വിട്ടുകൊടുക്കാത്ത ഒരു പാഞ്ചാലി മാത്രമല്ല, അവർ കാരുണ്യം കൂടി ദയയും ഈ പറഞ്ഞ ഒരു സ്ത്രീയുടേത് മാത്രമായുള്ള അനുകമ്പയും ചേർത്ത് പിടിക്കലും എല്ലാം ഉള്ള അതില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒപ്പം അവർ അനുഭവിച്ച ജീവിതം, അവർ ജീവിച്ച ജീവിതം എന്ന് പറയണമല്ലോ, കാര്യത്തിൽ അങ്ങും ആ കൂട്ടത്തിൽ ജീവിച്ചു തീർത്ത ജീവിതമാണ്. അവർ ജീവിച്ചു തീർത്ത ജീവിതം സത്യത്തിൽ ദൈന്യതയുടെ, കഷ്ടപ്പാടിൻ്റെ, ക്ലേശങ്ങളുടെ ഒരു ജീവിതമായിരുന്നു. അവർ സത്യത്തിൽ ജീവിതത്തിൽ ഒരു സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ആ അമ്മ അറിഞ്ഞിട്ടില്ല. മരിക്കുമ്പോൾ ക്യാൻസർ പിടിച്ച് മരിക്കുകയും ചെയ്തു. അതൊരു വല്ലാത്ത വേദനകളുടെ ഒരു ഒരു പർവ്വം എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതായിരുന്നു ആ ജീവിതം എന്ന് പറയുന്നത്. അപ്പോഴും ഒട്ടും വിട്ടുകൊടുക്കുക. ഒരു ഭാഗത്ത് സഹനം, ആ സഹനത്തിൻ്റെ തെളിവാണല്ലോ നല്ലൊരു പ്രായത്തിൽ 3 പെൺമക്കളെയും ഒരു ഇളയ ആൺകുട്ടിയെ ഇട്ടിട്ട് യാതൊരു വകതിരിവുമില്ലാതെ കടന്നുപോയ ഒരച്ഛൻ, ഒരപ്പച്ചൻ. അദ്ദേഹം പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആദ്യമൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചു, പിന്നെ വീണ്ടും പഴയ പോലെ കുടി ആരംഭിക്കുക, ആ വീട്ടിൽ അസ്വസ്ഥ വിതയ്ക്കുകയും ചെയ്യുമ്പോഴും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അത് നിങ്ങളുടെ അച്ഛനല്ലേ എന്നാണ്. ഇതെങ്ങനെ ഒരു അമ്മയ്ക്ക് പറയാൻ കഴിഞ്ഞു? അത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. കാരണം അപ്പൻ വരുമ്പോഴും ഞങ്ങൾക്കത് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്കില്ലായിരുന്നു. പെങ്ങന്മാർക്ക് കുറച്ചുകൂടെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സന്നദ്ധത ഉണ്ടായിരുന്നു. ഞാനന്ന് അമ്മയെ തിണ്ണയിലിരുന്ന് അപ്പനോടും അപ്പൻ്റെ 2 അനിയന്മാരോടും ഒപ്പം സംസാരിക്കുമ്പോൾ അമ്മയോട് കൈ കാണിച്ച് അകത്തേക്കൊന്ന് വരാൻ പറഞ്ഞു. എന്നിട്ട് വീടിൻ്റെ പിറകുവശത്തെ വാതിലൂടെ പുറത്തിറങ്ങി നമ്മുടെ വീടിൻ്റെ പുറകിലൊരു ഈണ്ടിയുണ്ട്. ആ ഈണ്ടിയോട് ചേർന്ന് നമ്മെ പിടിച്ചു നിർത്തിയാണ് പറയുന്നത്, ഈ സാധനത്തെ നമുക്ക് വേണ്ട. അപ്പോഴും വിരൂപനായൊരു മനുഷ്യനാണ്. തലയിലൊന്നും ഒരു മുടിയില്ല, മീശയില്ല, രോമമൊന്നുമില്ല, ശരീരത്ത് പുരിയം പോലും, കൺപീലി പോലും. ജീവിതത്തിന്റെ യൗവനത്തിന്റെ പൂക്കാലങ്ങളെല്ലാം ആ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് തിരിച്ചു വന്നതല്ലേ. ആ മനുഷ്യനെ ഇപ്പം നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും, നമ്മൾ കുട്ടികളെ കുറിച്ച് പറയും അവർ മാലാഖമാരാണ് അങ്ങനെയൊക്കെ പറയും. കുട്ടികളൊന്നും ശരിക്കും മാലാഖമാരൊന്നും അല്ല. കളിക്കളത്തിൽ തോറ്റു കഴിയുമ്പോൾ പിശാചായി മാറുന്നതാണ് പല കുട്ടികളും. അപ്പോൾ തോറ്റുപോകുന്നവരൊക്കെ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത് തന്തയില്ലാത്തവനെന്നാണ്. അത് മാത്രം പറഞ്ഞേ അവർക്ക് എന്നെ തോൽപ്പിക്കാനാവുന്നുള്ളൂ. അങ്ങനെ കേട്ട് വളർന്നു വന്ന എനിക്ക് 16.5 വയസ്സാകുമ്പോൾ ഇതാ ഒരപ്പൻ എന്ന് പറഞ്ഞ് അമ്മ പറയുമ്പോഴല്ലേ എനിക്ക് ആ മനുഷ്യനെ അറിയുന്നത്. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞാണ് ഇങ്ങനെ ഒരു സാധനത്തിന് നമുക്കിനി വേണ്ട. അതാണ് നന്ദികുന്നാൽ മേരിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അതിശയകരമാണ്. അദ്ദേഹം ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങളെ വളർത്താൻ പെടാപ്പാടുപെടുന്ന സമയത്താണ് അച്ഛൻ്റെ ആളുകളും അമ്മയുടെ ആളുകളൊക്കെ കൂടി വന്നുള്ള സ്വത്ത് തർക്കത്തിലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിലുള്ള ആ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു അച്ഛനും കൂടി വരുമ്പോഴാണ് പറയുന്നത്, താൻ പാതിരിയുടെ പണി ചെയ്താൽ മതിയെന്ന് മുഖത്ത് നോക്കി ഒരു അച്ഛനോടൊക്കെ അക്കാലത്ത് പറയുക എന്ന് പറഞ്ഞാൽ അപാര തൻ്റെ ഇടം വേണം അല്ലേ. കാരണം ആ പോകുന്ന വഴിക്ക് രാത്രിയിൽ എന്നെയും കൂട്ടിയാണ് ചൂട്ട് കത്തിച്ച് പോകുന്നത്. അപ്പോൾ ആ ചൂട്ട് കത്തിച്ച് പോകുമ്പോൾ അമ്മാവനാണ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പാതിരാത്രിയിൽ വന്നിത് പറയുന്നത്. ഞാനൊക്കെ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചേപ്പിച്ചേ അമ്മ പോകുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് ഇപ്പോൾ പറയാൻ നടക്കുകയല്ല. അപ്പോൾ ഈ പോകുമ്പോൾ അമ്മ ഈ വല്യമ്മാവൻ അമ്മയോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ തീരുമാനം അച്ഛനോട് എതിർത്തൊന്നും പറയാൻ പറ്റില്ല, ശാപം വരുമെന്ന്. അന്നേരം അമ്മ പറയുന്നുണ്ട്, ആ ശാപമൊക്കെ എനിക്കും എൻ്റെ പിള്ളേർക്കും ഇരുന്നോട്ടെ, എൻ്റെ തീരുമാനമാണ് നടപ്പാവുള്ളൂ. ഇത്ര മാത്രം ബിബ്ലിക്കലാണ് ആ വർത്തമാനം. ക്രിസ്തു പറഞ്ഞ അതേ വാചകം തന്നെ അല്ലേ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കും, എന്നെ അടുത്ത് വിലപിക്കരുതെന്ന്. അപ്പം അവിടെ നിന്ന് പോകുമ്പം ഈ വല്യമ്മാവന് പേടിയാ അച്ഛനെ എതിർത്ത് പറയാൻ. അതും രാത്രിയിൽ ചെന്ന് ഇനി പള്ളി ചെന്ന് പറയണം. അപ്പോൾ ഈ പുള്ളിക്കാരൻ പള്ളിക്കൽ വന്നിട്ട് സൈഡിൽ തുറന്ന് കിടന്ന വാതിലിൽ നിന്ന് അകത്തേക്ക് കയറിയില്ല. അദ്ദേഹം പുറത്ത് നിൽക്കുക, ശാപം വരുമല്ലോ. അപ്പോൾ ഈ വല്യപ്പനും അപ്പൻ്റെ അനിയന്മാരും കൂടി അമ്മയെ ആക്രമിക്കാനേക്കുമ്പോഴും അമ്മ, നിങ്ങളാരും എൻ്റെയോ എൻ്റെ പിള്ളേരുടെയോ കാര്യങ്ങൾ തീരുമാനിക്കുകയില്ല, അല്ലെങ്കിൽ ദൈവം ചേർത്തത് നിങ്ങൾക്ക് വേർതിരിക്കാൻ ആരാടോ തനിക്ക് പട്ടം തന്നത് എന്ന് കുരിശിൽ കിടക്കുന്ന കർത്താവ് അൾത്താരയിലെ സക്രാരിക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നിന്നാണ് ഇത് വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ശാപത്തെ ഭയമുള്ള പുരുഷന്മാർ നിൽക്കുന്നിടത്ത്, പ്രമാണികൾ നിൽക്കുന്നിടത്താണ് ഈ മേരി ചോദിക്കുന്നത് ഇത് നടക്കുകയല്ല. അത് മാത്രമല്ല, അവരെ അന്നേരം തല്ലാനായിട്ട് വരുന്നവരുടെ നേരെ ഈ പള്ളിക്കകത്ത് വെച്ചാണ് ഈ അരിവാൾ, ഈ അടുക്കിന് മുകളിൽ കുത്തിയിരിക്കുന്ന അരിവാളെടുത്ത്, കാരണം അവർക്ക് വേറെ മാർഗ്ഗമില്ല. ഇതെല്ലാം കഴിഞ്ഞ് അച്ഛനും കുടുംബക്കാരും എല്ലാം ഈ അരിവാൾ കണ്ട് പേടിച്ച് ഓടിക്കഴിയുമ്പോഴാണ് അമ്മ അത് കഴിയുമ്പോഴേക്കും ഞാൻ നോക്കുമ്പം അവിടെ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ചൊറിയുന്നു.
ഞാൻ പേടിച്ചൊരു സൈഡിൽ നിൽക്കായിരുന്നു. ഈ 5 വയസ്സുള്ള കൊച്ചെന്ന് പറയുന്നത് ഭയന്നാണ് നിൽക്കുന്നത്, ഇതെന്നൊക്കെയാണ് സംഭവിക്കുന്നത് ഓർത്ത്. അപ്പോൾ ഈ നമ്മൾ വളർന്നു വന്നു കഴിയും ഇപ്പം പോലും നമുക്കൊരു വൈദികനോട് അദ്ദേഹം തെറ്റ് ചെയ്താൽ പോലും പറയാൻ ഒരു ഭയമുണ്ട്. 5 കോടിയുടെ പള്ളി പണിയുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ്, അല്ലെങ്കിൽ 20 കോടിയുടെ പള്ളി പണിതിട്ട് പിന്നെ ഒരു 5 കോടിയുടെ ലോൺ എടുത്ത് പള്ളികൾ പണിയുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇവിടെയൊക്കെ കർത്താവ് ഉണ്ടാകുമോ എന്ന്. അങ്ങനെ കാര്യത്തിലാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോയി. ഇപ്പം ഈ കർത്താവിന് വേണ്ടിയിട്ട് പള്ളികൾ പണിയുമ്പോൾ ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ മടിക്കുന്ന ഒത്തിരി പുരുഷന്മാരും വിദ്യാഭ്യാസമുള്ളവരും അമ്മമാരും, ആ അമ്മമാർക്കെല്ലാം വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ മേരിക്ക് ആ വർഷങ്ങളിൽ 1979 ഒരു പള്ളിയിൽ അൾത്താരയുടെ മുമ്പിൽ നിന്ന് വൈദികനോട് കണ്ടിച്ച് കളയും ഞാൻ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ പുരോഗമനവും വിദ്യാഭ്യാസവും ചിന്താവൈഭവവും ഒക്കെ പറഞ്ഞ് പടർത്തുന്ന നമ്മുടെ ആളുകൾ ഏത് ലെവലിലാണ്? വല്ലാത്ത സീനുകൾ ചില സിനിമകളിലൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് ഉറഞ്ഞു തുള്ളിയിട്ട് അവസാനം എല്ലാം മറന്ന് പൊട്ടിക്കരയുന്ന സീൻ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ, ഇല്ലേ? അതുപോലെ ഒരു സീനാണത്. അവസാനം അവരെ എല്ലാം പായിച്ചു വിട്ടിട്ട് ആ പള്ളിക്കകത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന മേരിയുടെ രംഗം അങ്ങ് സുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എത്രയെത്ര രംഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, അവിടെ പ്രാർത്ഥന പള്ളിയുമായി തെള്ളിത്തോട് പള്ളിയാണെന്ന് വായിച്ച എൻ്റെ ഓർമ്മ. പ്രാർത്ഥന നടക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അടുക്കളയിൽ കഞ്ഞി വെക്കുന്ന അമ്മയുടെ പിന്നിൽ വന്ന് ഒരു പ്രാർത്ഥനക്കാരൻ കെട്ടിപ്പിടിക്കുന്ന രംഗമുണ്ട്, അല്ലേ? അവനോട് ചീത്ത പറഞ്ഞ് ആ ഇളക്കുന്ന തവിയുമായി ഉറഞ്ഞു തുള്ളുമ്പോഴാണ് കൊച്ചു പയ്യനായ ബാബു അത് കാണുന്നത്. അയാളെ ചീത്ത വിളിച്ചു. അയാൾ ആ പ്രാർത്ഥനക്കാരൻ അതേപടി ഓടി സ്റ്റേജിൽ ചെന്ന് ദൈവത്തിന് സ്തോത്രം എന്ന് പറയുമ്പോൾ അങ്ങ് എഴുതിയിട്ടുണ്ട്. അതെ, അത് ഈ പോപ്പുലർ മിഷനാണ്. ഈ ധ്യാനങ്ങളും അത്ഭുത സുവിശേഷങ്ങളും OET ILTS ഒക്കെ വിളമ്പുന്നതും വിൽക്കുന്നതുമായ ധ്യാനങ്ങളൊന്നും തുടങ്ങിയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ സുവിശേഷങ്ങളുടെ കാലമായിരുന്നില്ല. 80കളിൽ ആ സമയത്ത് പോപ്പുലർ മിഷൻ ധ്യാനങ്ങളൊക്കെ വരുന്ന സമയം. അങ്ങനെ ഒരു സംവിധാനം പാറത്തോടിലും ഇരുമലക്കപ്പിലും മുക്കിടത്തും തെള്ളിത്തോട്ടിലുമൊക്കെ പള്ളികൾ കോർത്തിണക്കി അങ്കമാലി ഭാഗത്തു നിന്ന് ഏതോ വന്ന ഇതിൻ്റെ തുടക്കമിട്ട ഒരു അച്ഛന്മാരുടെ ഗ്രൂപ്പും അവരുടെ കൂട്ടത്തിൽ അൽമായരായ മനുഷ്യരൊക്കെ കൂടെയാണ് ഈ പരിപാടി നടത്തിയത്. ഞാൻ 6ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർ ഈ പരിപാടി നടത്തുമ്പോൾ ഈ അവസാനത്തെ ദിവസം ഈ ആത്മീയ അഭിഷേകമൊക്കെ ഭയങ്കര ഒച്ചയിൽ അകത്തുനിന്ന് കേൾക്കാം. ഈ പുറത്ത് അമ്മയ്ക്ക് കൂട്ടിന് വേണ്ടി വന്ന ഒരു സ്റ്റൂളിട്ടിരുന്ന് അവിടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി ഹോംവർക്ക് ചെയ്യാൻ. ഇന്നത്തെ പോലെ ഈ ആത്മീയ ധ്യാനങ്ങളൊക്കെ ഇല്ലാത്തൊരു കാലം സൂചിപ്പിക്കുന്നുണ്ട്. അത് തുടങ്ങിയത് 80കളുടെ ഒരു പകുതിയോട് കൂടിയാണ്. ഈ സമയത്താണ് ഞാൻ ഈ 6ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് ഈ പരിപാടികളൊക്കെ ആരംഭിക്കുന്നത്. അതിന്റെ തുടക്കം. പക്ഷെ ഇപ്പൊ അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അതങ്ങ് കച്ചവടമായിട്ട്. അത് റീറ്റെയിൽസ് ഷോപ്പുകളുണ്ട്, ഹോൾസെയിലുണ്ട്, പിന്നെ ചെയിൻ വർക്കുകളുണ്ട്. അത് കൂടാതെ നമുക്ക് ഫ്രാഞ്ചൈസികളും എല്ലാം ഉണ്ട്. അന്ന് ഈ മനുഷ്യൻ ആത്മീയ അഭിഷേകത്തിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നാണ് അമ്മയെ കയറി പിടിക്കുന്നത്. കണ്ണാപ്പ വീണ ആത്മീയ അഭിഷേകം എന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ അമ്മ താൻ എന്നാടോ കരുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അയാൾ ഭയന്നു പോയി. അപ്പൊ ഈ കണ്ണാപ്പ അതേ പിടിച്ച് എമ്പോലത്ത് നിലത്തേക്ക് ചാടി പട്ടാന്ന് പറഞ്ഞ ഒച്ച കേൾക്കുന്നുണ്ട്. അതിന് ഞാനിപ്പോൾ ചോദിക്കുന്നത്, അത് അമ്മ വലിച്ചെറിഞ്ഞതാണോ അവനെ തല്ലാതെ എന്നൊന്നും കൂടി ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ അവന് അടിച്ചപ്പോൾ തെറിച്ചു പോയതാവാൻ അത് അത്രയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ലാത്ത 6ാം ക്ലാസ്സുകാരൻ നടുങ്ങി തെറിച്ച് അന്നേരം ഒരു പേടിത്തൂറിയാണ്. അപകർഷം എൻ്റെ ഒരു സാറേ, എനിക്കെപ്പോഴും ഞാൻ സുന്ദരനല്ലെന്നും നിറമില്ലെന്നും ബുദ്ധിയില്ലെന്നും തന്തയില്ലാത്തവനാണ്. അതെല്ലാം ഭയങ്കര ഒരു ഭാണ്ഡമായിട്ട് ചുമന്നു. സ്വാഭാവികമാണല്ലോ. അത്തരം ക്ലേശങ്ങളിലൂടെ നടക്കുന്ന ഒരു കുട്ടിക്ക് അപകർഷതാബോധം അവന്റെ കൂടപ്പിറപ്പായിരിക്കും. അപ്പൊ അവൻ അത് ഈ അമ്മയെ കാണുമ്പോഴും റിയാക്ട് ചെയ്യാനായിട്ട് മകൻ അറിയത്തില്ല. ഈ 10 വയസ്സുള്ള ചെറുക്കനും അപ്പോഴും റിയാക്ട് ചെയ്യുന്നില്ല. അവൻ പേടിച്ച് നിൽക്കുക. അയാള് ഈ മനുഷ്യന് സ്ത്രീ തിരിഞ്ഞു നിന്ന് തല്ലുമെന്നുള്ളത് ഉറപ്പാ. അയാൾ ഒന്നും വരാത്തതുപോലെ ആ വാതിൽ കടന്ന് അച്ഛൻ്റെ മുറി വഴി കയറി അൾത്താരയിലേക്ക് പോയി. അവിടെ അദ്ദേഹം സ്തുതിപ്പ് തുടർന്ന് കാണണം. അതെ, അത് ഗംഭീരമായിട്ട് അത് ഞാൻ ഈ സംഭവങ്ങൾ 1-2 പേരോടൊക്കെ പറഞ്ഞപ്പോൾ അവര് വല്ലാതെ ആസ്വദിച്ചു ആ രംഗം. കാരണം അയാൾ ഓടി കയറി വീണ്ടും കർത്താവിന്റെ സ്തോത്രം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന, ഏതായാലും അമ്മയുടെ മുന്നിൽ വന്ന് മാപ്പപേക്ഷിച്ച് നിൽക്കുന്ന അച്ഛന്റെ ചിത്രം എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന. മാപ്പപേക്ഷിച്ച് ക്ഷമിക്കണം മേരി എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, ഇത്രയേറെ തൻ്റെ ഇടമുള്ള നന്ദികുന്നേൽ മേരി അതിശയകരമായ കഥാപാത്രമാണ്. ഒരുപക്ഷെ അവരുടെ ഉള്ളിലെ തീപ്പൊരിയാകണം അങ്ങിലേക്ക് പകർന്നതും അങ്ങിപ്പോൾ ഉയർന്ന തലത്തിലെത്തി. ഇവ ഫ്രാൻസിലെ പാരീസിലാണോ? പാരീസിലാണ്. പാരീസ് എന്നൊക്കെ പറയുന്ന സ്വപ്ന നഗരമാണ്, അല്ലേ? ഒരു സ്വപ്ന സന്നിഭമായ നഗരമാണ്.
ഞാനൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ നഗരത്തിൽ അങ്ങ് നല്ല ഉന്നത സ്ഥാനത്താണ് കഴിയുന്നതെന്നാണ് ഞാനിപ്പോൾ അറിയുന്നത്. അത് പോട്ടെ, അങ്ങനെ അത്ര തൻ്റെ ഇടത്തോടെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ത്രാണിയുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ വളർന്ന സാഹചര്യത്തിൽ 4 മക്കളെയും കൊണ്ട് തെള്ളിത്തോട് പള്ളിയും കടന്ന് പള്ളിയുടെ മുന്നിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് പെന്തസ്കോസ്ത് വളവും പിന്നിട്ട് കല്ലാറുകുട്ടി ഡാമിലേക്ക് നടക്കുന്ന രംഗമുണ്ടല്ലോ, അതൊരു പക്ഷേ ഈ പുസ്തകത്തിലെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളിലൊന്നാണ്. എന്തായിരിക്കും അമ്മ അങ്ങനെ ചഞ്ചലപ്പെട്ടത്? അത് ശരിക്കും നടക്കുന്ന അപ്പൻ പോയി ഈ പള്ളിയിലെ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പാണിത്. പള്ളിയിലെ കൂട്ടായ്മ കൂടി പ്രമാണിമാരുടെ വൈദികൻ്റെ മധ്യസ്ഥതയിൽ കൂടിയ ആ തീരുമാനമെടുക്കുന്ന രാത്രി മീറ്റിങ്ങിന് മുമ്പാണ് ഈ സംഭവം. അപ്പൻ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, അപ്പൻ പോകുന്ന പോലും ജപ്തി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോഴാണ്. അപ്പോൾ അപ്പൻ പോയി കഴിഞ്ഞ് ഒരു ദിവസം അമ്മ തൊട്ടടുത്ത കോഴിക്കുകുടിക്കാരുടെ പറമ്പിൽ കാട് പറിച്ചുകൊണ്ടിരിക്കുക കണ്ടത്തിൽ. അപ്പോഴാണ് തെള്ളിത്തോട്ടിൽ നിന്ന് കുഞ്ചിരക്കാട്ട് പാറ ഇറങ്ങി തോടും കടന്ന് പുളിക്കക്കണ്ടങ്കാരുടെ തൊടിയും കടന്ന് തോടിലിറങ്ങി കുന്നു കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് ഡ്രമ്മൊക്കെ അടിച്ചുകൊണ്ട് 2 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ടീം വരുന്നു. അങ്ങനെ അത് തെള്ളിത്തോട് തൊട്ട് ഈ ഡ്രം അടിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ 1336 രൂപയുടെ ലോൺ പലിശയും തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ ജപ്തിക്ക് വരുന്നതാണ്, വീടും പറമ്പ് ജപ്തി ചെയ്യാൻ. അപ്പോൾ അന്ന് അമ്മ അവരോട് പറഞ്ഞു, കൈയൊക്കെ കൂപ്പി എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് മുഴുവനൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അമ്മ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്നത് 3 മാസത്തിനകം അതിൻ്റെ പലിശ അടച്ച് പുതുക്കാം എന്നൊരു വാഗ്ദാനത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. 4 പേര് കൂട്ടുജാമ്യം ചേർന്നാണ് അത്തരം ലോണുകൾ എടുത്തിരുന്നത്. അത് പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഈ അമ്മ അത് പറഞ്ഞ് സമ്മതിപ്പിച്ച് കഴിഞ്ഞേച്ച് ആ രാത്രിയിലാണോ എൻ്റെ പിറ്റേ ദിവസവും അമ്മയ്ക്ക് ഒരു തോന്നലുണ്ടായിരുന്നിരിക്കണം, ഇത് ഈ 3 മാസം കൊണ്ട് ഇത്രയും രൂപയുടെ പലിശ ഉണ്ടാകില്ലെന്ന്. ഈ തൊടികളിലൊക്കെ പണിയാൻ പോയാൽ അന്ന് 2 രൂപ ഒരു ദിവസത്തെ കൂലി, അതുകൊണ്ട് എന്താണേലും പലിശയ്ക്കുള്ള കാശ് ഉണ്ടാകില്ല. അപ്പോൾ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, അപ്പം മരിക്കാം അല്ലെ പുറത്തേക്ക് ഇറങ്ങിയാൽ വഴിയിൽ ഈ 3 പെമ്മക്കളെ ഒരു ചെറുക്കൻ കൊച്ചിനെ ആയിട്ട് അമ്മയ്ക്ക് അന്ന് 28 വയസ്സേ ഉള്ളൂ, 28-29 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ സ്ത്രീക്ക് ഒരിക്കലും ഒരു തെരുവിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു നിസ്സഹായതയിൽ നമുക്കെല്ലാവർക്കും അതുണ്ടാവുന്നേ. ഒരു നിമിഷത്തിൽ നമ്മളൊക്കെ ഇരുണ്ട തുരങ്കങ്ങളിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കും. അതായിരിക്കണം മേരി എത്ര ശക്തിയായി നമ്മൾ പിന്നീട് കാണുന്നുണ്ടെങ്കിലും മേരി എല്ലാവരെയും പോലെ ഒരു സാധാരണ സ്ത്രീയാണ്. അവർക്ക് ബലഹീനതകളുണ്ട്, അവർക്ക് വിഷാദങ്ങളുടെ നിമിഷങ്ങളുണ്ട്, ഡൗൺ ആയി പോകാം. അങ്ങനെ ഒരു പോയ നിമിഷത്തിൽ ഈ പിള്ളേരെ കൊണ്ടുവന്ന് കല്ലാറുകുട്ടി ഡാമിൽ ചാടി മരിക്കാൻ അവർ തീരുമാനിച്ചു. തീർച്ചയായിട്ടും അത് ഏതൊരാൾക്കും, പ്രത്യേകിച്ച് ഇങ്ങനെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ അത്ര നല്ല നിമിഷങ്ങളല്ലല്ലോ. ഒരു സ്ത്രീ അങ്ങനെ ചിന്തിച്ചതിൽ ഒരിക്കലും അവരെ തെറ്റ് പറയാനാവില്ല. പക്ഷെ അവർ തിരിച്ചു വന്നതിനെയാണ് നമ്മൾ ശ്ലാഘിക്കേണ്ടത്. അവർ ഈ ജെസ്സി, ഇപ്പം കേവലം 10 വയസ്സ് മാത്രം പ്രായമുള്ള ജെസ്സിയുടെ ഇത് അമൃത് വർഷിക്കുന്നത് പോലെയായിരുന്നു അവളുടെ വർത്തമാനം. നമുക്ക് ആ ചിന്നാർ നിരപ്പിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ചിന്നാറിനപ്പുറത്തേക്ക് പോയാൽ നമ്മളെ ആരും അറിയില്ലല്ലോ അമ്മേ, നമുക്ക് ഭിക്ഷ തെണ്ടിയായാലും ജീവിച്ചുകൂടെ എന്ന്. ഈ വാക്കുകൾ ആ പാതിരാത്രി സമയത്ത്, ആ നട്ടപ്പാതിര അല്ലെങ്കിൽ രാപ്പാതി സമയത്ത്, ഈ വളരെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ തൻ്റെ പെങ്ങളിൽ നിന്ന്, മൂത്ത പെങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒരു ദൈവവാക്യം പോലെ, മാലാഖയുടെ വാക്യം പോലെ വീഴുന്നത്, ആ ശബ്ദം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഓർമ്മയുണ്ട്, അത് മറന്നു പോകത്തില്ല. കാരണം 5 വയസ്സേ ഉള്ളൂ എനിക്ക്, 5 വയസ്സ് പൂർത്തിയായ നാളുകളിലാണ്. അപ്പോൾ ഈ പോകുമ്പോൾ തെള്ളിത്തോട് പള്ളിയുടെ മുമ്പിലെത്തി അമ്മ ബിന്ദുവിനെ തോളിൽ നിന്ന് ഇറക്കി മിറ്റിൽ പാകിയ വഴിയുടെ അരികിൽ നിർത്തുന്നുണ്ട്. ആ മിറ്റിലെന്ന് എനിക്ക് തോന്നുന്നു ഈ ചെറിയ മിറ്റിലല്ല, വലിയ ഉരുളൻ ചതുരത്തിലുള്ള വലിയ മിറ്റിലുകൾ. തീർച്ചയായിട്ടും അത് റോഡ് പണിക്ക് വേണ്ടി ആദ്യം ഉപയോഗിക്കുന്ന വലിയ മിറ്റിലുകൾ. ആ മിറ്റിലുകൾ എന്തുകൊണ്ടാണെന്നില്ല, എല്ലാം ഇളകിയാണ് അവിടെ കിടന്നിരുന്നത്. ചിലപ്പോൾ വണ്ടിയൊക്കെ ഓടി ഇളകിയതായിരിക്കും. അതിലിരുത്തിയിട്ട് പള്ളിയിലേക്ക് നോക്കി എൻ്റെ ക്രിസ്തുരാജ എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നേർച്ചപ്പെട്ടികൾക്കൊക്കെ കാവലായി പല വിശുദ്ധരുമുണ്ട്, എല്ലാ വളവിലും തന്നെയുണ്ട്. അന്നവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു നീല ഭണ്ഡാരം ഉണ്ടായിരുന്നു, ഇങ്ങനെ നിലത്ത് കുത്തിയിരിക്കുന്നത്. അതിന് പിറകിലായി ഒരു നീല കുരിശ് ഒന്നുമില്ലാതെ നഗ്നനായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. കർത്താവ് പോലും അതിലില്ലായിരുന്നു. മേരി ഇവിടെ നിർത്തിയിട്ട് മുകളിലേക്ക് നോക്കി എൻ്റെ ക്രിസ്തുരാജ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട്, മടിച്ച് കുറേ നേരം കരഞ്ഞു ഉമ്മ വെച്ചിരുന്നിട്ട് നമ്മൾ മരിക്കാൻ പോകുന്നു. പക്ഷേ ഈ രാത്രി പോകുന്നതുകൊണ്ട് ഞാൻ ഓർത്തത്
ആകെ പോയിരിക്കുന്ന യാത്രയൊന്നും ഒത്തിരി ദൂരം ഉള്ളതല്ല. അമ്മ വീട്ടിൽ പൂതാളിയിലാണ് പോകുന്നത്. അവിടേക്കൊക്കെ പോകുമ്പോഴൊന്നും രാത്രിയിലേറ്റല്ലോ പോകുന്നത്. അപ്പം മരിക്കുക എന്ന് പറയുന്നത് ദൂരെ എവിടെ ഒരു യാത്രപോക്ക് പോലെയാണ് ഈ കൊച്ചായി എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണല്ലോ വെളുപ്പിനേറ്റ് പോകുന്നത്. അപ്പോൾ അത് വയലാറിന്റെ ഒരു കവിതയിൽ സൂചന ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആത്മാവിലൊരു ചിതയിൽ ഇതുപോലെ തന്നെ ആലപ്പുഴയ്ക്ക് പോയെന്നു കേൾക്കുന്നത് പോലൊരു തോന്നലാണ് ഉണ്ടായത്. അപ്പോഴും ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്കച്ഛൻ ആറഞ്ച് കൊണ്ടെത്തി. എപ്പോഴും മരിച്ചു പോയി എന്ന് കേൾക്കുമ്പോൾ എവിടെയോ പോയി എന്നൊരു ഓർമ്മ അല്ലേ, അത് അങ്ങേക്കും ഉണ്ടായി. അതുണ്ടായി. അപ്പൊ ചെറുപ്പത്തിലൊരു കോമൺ ചിന്തയാണ് അത് പോയി എന്ന ഒരു വശത്ത്, പ്ലസ് നമ്മൾ അമ്മ വീട്ടിലല്ലേ ആകെ പോകുന്ന യാത്ര. അവിടെ പകല് പോയാൽ മതി, 1/2 മണിക്കൂർ കൊണ്ട് പൂതാളിച്ചില്ലേ, അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് നടന്നാലേ. ഒറ്റ നടപ്പ്. ഇതിപ്പോ വെളുപ്പിന് 2 മണിയോ 3 മണിയോ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മരിച്ചു പോകുക എന്ന് പറയുന്ന ഒത്തിരി ദൂരത്തിലുള്ള ഏതോ ഒരു യാത്രയാണെന്ന് ചിന്തിച്ച് ഈ ടൂറ് പോകാൻ തുടങ്ങുന്ന ഒരു അനുഭവം. അപ്പം അത് കഴിഞ്ഞാണ് ഈ വെന്തിക്കോസ് പിള്ള വരെ ഞങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടെ വെച്ച് തന്നെ ജെസ്സി ചോദിക്കുന്നുണ്ട്, ജെസ്സിയോട് പറയുന്നുണ്ട്, അമ്മ നേരെ അങ്ങ് ചാടും, മക്കൾ ഓരോരുത്തരങ്ങ് ചാടിയാൽ മതി. അപ്പോൾ ജെസ്സി പറയുന്നുണ്ട്, ജെസ്സിക്ക് എന്നാണേലും എടുത്ത് അങ്ങനെ പറ്റത്തില്ല, ഓൾറെഡി എനിക്ക് വെള്ളം കാണുമ്പോൾ പേടിയമ്മ, ഞാൻ ചാടത്തില്ല. ജെസ്സിക്ക് ഇപ്പോഴും വെള്ളം പേടിയാണ്. അപ്പോൾ ഈ അമ്മ ഞങ്ങളെ ഓരോരുത്തരും എടുത്ത് ഈ ഡാമിലേക്ക് ഇട്ടിട്ട് അമ്മ ചാടിയാൽ മതി. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ ഇടിയല്ല, മക്കൾ തന്നെ ചാടണം. അപ്പോൾ ജെസ്സി പറയുന്നത്, അമ്മ ചാടിയിട്ട് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ചാടാൻ വയ്യാതെ വന്നാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് അമ്മ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത്? വല്ലാത്തൊരു ചോദ്യമാണ് അതൊക്കെ അങ്ങനെ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് വായിച്ചിട്ട് മുന്നോട്ട്, ഒരുപക്ഷെ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ട് വായന നമ്മൾ തടസ്സപ്പെടുത്തുകയും കുറേ നേരം നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളാണത്. ഒരുപക്ഷെ എത്രയോ അത്ഭുതകരമായിട്ടാണ് ആ ജീവിതത്തിലേക്ക് തിരിച്ചുള്ള നടപ്പ്, മരണത്തിന്റെ വക്ത്രം വരെ, മരണത്തിന്റെ വാതായനം വരെ ചെന്നിട്ട്. ആ ബെന്തിക്കോസ് പള്ളിയുടെ വളവിൽ, അന്ന് ബെന്തിക്കോസ് വളവ് എന്നാണ് പറയുന്നത്, അവിടെ ഒരു കലിങ്കുണ്ട് വളവിൽ. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം ബെന്തിക്കോസ് പള്ളിയൊക്കെ നല്ല സെറ്റപ്പായിട്ട് പണിതാ വെച്ചിട്ട് അതൊരു ഓടിട്ട് വീട് ഇപ്പോഴും അതുണ്ട്. ഇപ്പോഴും അതേ സ്ഥാനത്താണ് പള്ളി ഇരിക്കുന്നത്. ഒരു പള്ളി ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. നേരത്തെ ഒരു ഓട് വെച്ച് വീടുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോഴേക്കും ജെസ്സി അമ്മേനെ ഇങ്ങനെ ആ മുണ്ടൊക്കെ ചേർത്ത് ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചേച്ച്, കാരണം ജെസ്സി ഇപ്പുറത്തെ കൈ കൊണ്ട് എന്നെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ ഇങ്ങ് പിടിച്ചേച്ച് അവൾ അമ്മയൊന്ന് നിന്നേന്ന് പറഞ്ഞു. അവൾ പിടിച്ച് നിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്, അല്ലാതെ അമ്മയോട് നിൽക്കാവോന്ന് ചോദിക്കുമല്ലേ, ഒന്നും നിന്നേ എന്നാ പറഞ്ഞു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അമ്മേ, എന്നിട്ട് ഞങ്ങൾ ആ വളവിലെ ഒരു കരിങ്ക് പോലെയുള്ള ആ ഭാഗത്ത് അവിടെ നിൽക്കുക. അപ്പോൾ ആ കൊച്ചിനെ അങ്ങ് നിർത്തി അമ്മ നിന്നപ്പം. എന്നാണെങ്കിലും 2.5 വയസ്സുള്ള കൊച്ചല്ലേ, കനമുണ്ട്, അത്രയും നടന്നില്ലേ. നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ഇവിളി ചോദിക്കുവാണ്, ഒരു വാഗ്മി പറയുന്ന പോലെ, അമ്മ ഈ ചിന്നാറിനപ്പുറം ഉള്ളവരൊന്നും നമ്മളെ അറിയത്തില്ലല്ലോ, ഈ കമ്പളികണ്ടത്തും തെള്ളിത്തോടുള്ളവരൊക്കെ അല്ലേ അറിയുള്ളൂ. അപ്പോൾ അവിടെ പോയി നമ്മൾ ഭിക്ഷ തെണ്ടുവാണേൽ നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള വക കിട്ടത്തില്ലേ, അപ്പോൾ നമുക്ക് മരിക്കണ്ടല്ലോ എന്ന് 10 വയസ്സുള്ള കൊച്ചു ചോദിക്കുന്നു. അപ്പം ജെസ്സിയുടെ ആ വാക്ക് തന്ന ദാനമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം. തീർച്ചയായിട്ടും വലിയ ദാനം തന്നെയാണ് അത്. ജീവിതത്തിലേക്കുള്ള തിരിച്ചു നടപ്പായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു മരണവക്ത്രത്തിൽ നിന്ന് പിന്നെ ജീവിതത്തിലേക്കുള്ള തിരിച്ചു നടപ്പായിരുന്നു. ആ 4 പേരുടെയും കാര്യം, 5 പേരുടെയും, 4 പേര് മാത്രമല്ല 5 പേരുടെയും ആ നടപ്പ് ഞാൻ ഓർക്കുകയാണ്. ആ നട്ടപ്പാതിരിക്ക് തിരിച്ചു നടന്നത് ജീവിതം നീട്ടിപ്പിടിച്ച, ജീവിതം നിങ്ങളെ കൈനീട്ടി വിളിക്കുന്ന ഒരിടങ്ങളിലേക്ക് തന്നെയാണ് ആ തിരിച്ചത്. അത് ജെസ്സിയുടെ വാക്കുകളാണ്, ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഈ ഖസാക്കിൻ്റെ ഇതിഹാസിൽ മുങ്ങാങ്കോഴി വെള്ളത്തിൽ കിണറ്റിൽ ചാടി മരിക്കുന്ന രംഗം, അത് വെള്ളത്തിൻ്റെ വില്ലീസ് പടുതകളിൽ ഭേദിച്ച്, ജലച്ചില്ലുകൾ ഭേദിച്ച് അകത്തേക്ക് പോകുന്നൊരു ഭാഗം പറയുന്നുണ്ട്. ഞാനതൊക്കെ ഓർക്കുകയായിരുന്നു വായിച്ചു, ഈശ്വര അങ്ങനെയൊക്കെ സംഭവിക്കാതിരുന്നല്ലോ എന്ന്. ഏതായാലും അത് പോട്ടെ. ഈ എത്രയെത്ര മുഹൂർത്തങ്ങളിലൂടെയാണ്, അത് വേദനയുടെ നിമിഷങ്ങളാണ് ഈ പുസ്തകത്തിൽ അങ്ങ് കോറിയിട്ടിരിക്കുന്നത്. അതിലെന്നെ ഏറ്റവും കൂടുതൽ വല്ലാതെ ക്ലേശപ്പെടുത്തിയ, ഒരുപക്ഷെ എന്നെ വല്ലാതെ എൻ്റെ ഹൃദയ മിടിപ്പ് കൂട്ടിയ ഒരു രംഗം ഈ തൃശ്ശൂരിലെ അനാഥശാലയായിരുന്നു. ഈ അനാഥശാലയിൽ ബിന്ദുവിനെ കാണാതെ ഒരു ദിവസം അങ്ങ് ഓടുന്ന ഒരു രംഗം, അത് അഷ്ടപതി ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവതാരികയിൽ. കുട്ടികളായിരിക്കുന്ന നിങ്ങളെ അനാഥശാലയിൽ അമ്മ കൊണ്ടുവന്നാക്കുന്നു. അത് ആ വിയോഗം, ഇവിടെ നിന്ന് കമ്പളികണ്ടത്തുനിന്നുള്ള വിയോഗം, അമ്മയെ പിരിഞ്ഞുള്ള നിപ്പൊക്കെ ഒരു വല്ലാത്ത ദുഃഖം തന്നെ നിങ്ങൾക്ക് പകർന്നു കാണും. പക്ഷെ ഒരു ദിവസം പള്ളി പോയ ബിന്ദു തിരിച്ചു വന്നില്ല. ബിന്ദുവിനെ തേടിയുള്ള ഓട്ടം, ആ ഓട്ടത്തിനിടയിൽ തലയിൽ, പുരികത്ത്, കക്ഷത്തിലൊക്കെ ഈ പേനുകളങ്ങ് വല്ലാതെ പെരുകി പിടിച്ച് നിന്നു അങ്ങ് പറയുന്നുണ്ട്. സത്യം തന്നെ. അതെ, അതെന്നു വെച്ചാൽ ഒട്ടും വൃത്തിയില്ലാത്തൊരു സ്ഥലമായിരുന്നു അത്. ഇപ്പം ഞാൻ അവിടെ ഇടയ്ക്ക് പോകാറുണ്ട്. ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? കാളത്തോട്. കാളത്തോട്ടിലെ അനാഥശാലയിൽ അന്നൊരു 130ഓളം പിള്ളേരുണ്ട്. പലപ്പോഴും അവർ നമ്മളോട് ഒഫീഷ്യലി പറയുക 18 വയസ്സ് വരെ അവിടെ താമസിക്കാമെന്ന്. ഞങ്ങളെ ചേർക്കാൻ ചെന്നപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അമ്മ ഞങ്ങളോട് പറഞ്ഞ് 2 വർഷം നിന്നാൽ മതി, അപ്പോഴും ഈ കടവെല്ലാം വീട്ടും, എന്നിട്ട് നമുക്ക് വീട്ടിൽ വന്ന് താമസിക്കാവുന്ന. പക്ഷെ ആ താമസിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ടും ഒക്കെ ആവണം
നമുക്ക് ഈ പേൻ വരുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന പേൻ അല്ല അത് ഈ കന്നുകാലിയുടെയും ഒക്കെ ദേഹത്തുള്ള സൈസ് പേനിൻ്റെ തീരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സാധനം കുഴഞ്ഞു കുഴഞ്ഞു കുഴഞ്ഞ് പുരിയത്തിനിടയിലും കൺപീലിക്കിടയിലും കക്ഷത്തിലും ഗുഹ്യഭാഗങ്ങളിലും കാൽവിരലുകളുടെ ഇടയിൽ പോലും അത്തരം പെയിനുകൾ ഇത് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കില്ലേ നമുക്ക്? ഉണ്ടാക്കാണ്ട് കടിച്ചുകൊണ്ടേയിരിക്കും. കടികളൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത്തരം പേനിൻ്റെ കടി പോലും നമുക്ക് അപമാനം പോലെ ഇതല്ല. മറ്റു കുട്ടികളിലേക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഈ ടോയ്ലറ്റിൽ പോലും നമുക്ക് ടോയ്ലറ്റിൽ അത്രയും വൃത്തിഹീനമായ ഒരു ടോയ്ലറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നിറച്ചും മലമാണ് എല്ലായിടത്തും. അത് ആദ്യം ഒരു അറപ്പ് തോന്നിക്കാം, പക്ഷെ ഇതെല്ലാം പിന്നീട് നമുക്ക് ശീലമാകും. അതല്ലേ നമ്മളെ കൊണ്ട് കോരി മാറ്റിച്ചേ? അത് കോരി തലയിൽ വെച്ചൊക്കെ പോകുമ്പോൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കോരി മാറ്റണം. ചെറിയ കക്കൂസ് കുഴിയല്ലേ, ഒത്തിരി വലിപ്പില്ല, 2 കുഴികൾ അടുപ്പിച്ചാണ്. അപ്പോൾ അത് ഈ 130 പേര് പോകുന്ന കക്കൂസ് ഏകദേശം ഒരു 15-20 ദിവസം കൊണ്ട് നിറയും. അന്നേരം നമ്മളത് കോരി തലയിൽ വെച്ച് തരും വലിയ ചേട്ടന്മാർ. പ്രായം 18 കഴിഞ്ഞും പോകാൻ ഇടമില്ലാത്ത ആളുകളൊക്കെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ അതിനകത്ത് ഇറങ്ങി 2 കാലും ഈ ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്കിൻ്റെ ഭിത്തികളിൽ ഇങ്ങനെ കവച്ച് വെച്ചിട്ട് ഇങ്ങനെ കൈക്കോട്ട് കൊണ്ട് കോരി ഒരു പാത്രത്തിലിട്ട് മുകളിലേക്ക് വന്നിട്ട് അത് കൈക്കോട്ട് ഈ വള്ളിക്കൊട്ടയിൽ ഒഴിച്ചാൽ തരുന്നത്. വേറെ മുതിർന്ന ഒരാളെടുത്ത് ഞങ്ങൾ പിള്ളേരുടെ തലയിൽ വെച്ച് തരും. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേക്കും ഇങ്ങനെ ദ്രവരൂപത്തിലുള്ള മലം നമ്മുടെ മുഖത്തൂടെ അങ്ങ് പറയുമ്പോൾ തന്നെ എനിക്കത് വിശദീകരിക്കാൻ ഒരുപക്ഷെ അത് ഒഴുകും. കേട്ടിരിക്കാൻ അത് യഥാർത്ഥത്തിൽ ആദ്യമൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എല്ലാ അപമാനങ്ങളും എല്ലാ വേദനകളും പോലെ ഇതെല്ലാം ഇങ്ങനെ തുടർച്ചയായി വന്നു കഴിയുമ്പോഴേക്കും നമുക്കതെല്ലാം അങ്ങ് ശീലമാകും. യഥാർത്ഥത്തിൽ അന്ന് വൈകുന്നേരം നമുക്ക് പച്ചരിക്കഞ്ഞിയും ആ കൂട്ടത്തിൽ ഏത്തക്കായിട്ട് വെച്ച ഇറച്ചിക്കറിയുണ്ട്. അതിനെക്കുറിച്ച് വൈകുന്നേരം കിട്ടുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പം ആ മലം ഒലിച്ചിറങ്ങുന്നത് എന്നിൽ ഒരിക്കലും അറപ്പുണ്ടാക്കിയിട്ടില്ല. ഈശ്വര, പട്ടിണി ഒരു മനുഷ്യനെ അല്ലെങ്കിൽ കുട്ടികളെ ഏതെല്ലാം തരത്തിലേക്കൊക്കെയാണ് നയിക്കുന്നതെന്ന് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ പട്ടിണി അനുഭവിച്ചിട്ടുള്ള ഒരാളല്ല. എന്നാൽ പോലും ഞാൻ അങ്ങയോട് പറയുകയാണ്, എന്തൊരു വിഷമത്തോടെയാണ് ഞാനിത് കേൾക്കുന്നത്. കേട്ടപ്പോൾ തന്നെ വയലാർ പറഞ്ഞ പോലെ എത്ര ഞാൻ തുടച്ചിട്ടും ഒട്ടി നിൽക്കുന്നു മൂക്കിൽ കുത്തിയും തുളച്ചുമാ പച്ചമാംസത്തിൻ ഗന്ധം എന്ന ഐഷയിൽ പറയുന്ന പോലെ ഈ മരത്തിൻ്റെ ഗന്ധം ഇപ്പോഴും എത്ര ഞാൻ തുടച്ചിട്ട് ഒട്ടി നിൽക്കുകയാണല്ലോ മൂക്കിൽ കുത്തിയും തുളച്ചും. അപ്പോൾ അത് ഈ ബിന്ദുവിനെ കാണാതെ പോയ, ഒരു പെങ്ങളെ കാണാതെ പോയ ദുഃഖം സത്യത്തിൽ അവൾ നഷ്ടപ്പെട്ടു എന്ന അങ്ങയെ വല്ലാതെ, അതായത് ഏറ്റവും കൂടുതൽ അങ്ങയെ വേദനിപ്പിച്ചത് ഒരു സഹോദരിയോട് അവൾ കൂടപ്പിറപ്പാണ് എന്ന് തോന്നിയ അതിൻ്റെ പരകാഷ്ഠയിൽ ആ വികാരമെത്തിയ നിമിഷങ്ങളായിരുന്നു അത്. അതെ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബിന്ദുവിനോട് എനിക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടം മറ്റു 2 സഹോദരിമാരോടുണ്ടാകും. കാരണം നമ്മുടെ വീട്ടിലെല്ലാം കൊച്ചുകുട്ടിയോട് നമുക്ക് കൂടുതലൊരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവള് എന്നെ പള്ളിക്കൂടത്തിൽ ചേർക്കുന്ന പോലും ഇവളെ കളരിയിൽ വിടാൻ പ്രായമാകുന്നവരെയും അവളെ നോക്കാൻ വേണ്ടിയിട്ട് 1 വർഷം താമസിച്ച് എന്നെ സ്കൂളിൽ വിടുന്നു. അപ്പോഴും ഞാൻ അവളുടെ കൂട്ടത്തിൽ ചെയ്യുന്ന എല്ലാ എക്സസൈസും എല്ലാ ദിവസവും ഉച്ചയാകുമ്പോൾ തൊട്ട് പൂങ്കുടി ആനയെ കാണാൻ കുന്നു കയറി തോടിറങ്ങി പാടമൊക്കെ കടന്ന്. പൂങ്കുടിക്കാർക്ക് ഇവിടെ അടിമാലി കടയുണ്ടായിരുന്നു, അന്നുണ്ടായിരുന്നു. അവർക്ക് അവിടെ ഒരു ആനയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആന മടലിൻ്റെ പട്ട തിന്നുന്നതൊക്കെ കണ്ട് അങ്ങനെ അവളെ ചേർത്ത് നിർത്തി കൊണ്ടു നടന്നതായിരുന്നു എൻ്റെ കുട്ടിക്കാലം. അപ്പോൾ അനാഥശാലയിൽ ലാലിയും ബിന്ദുവായിരുന്നു എനിക്ക് ആകെയുള്ള തുണ. ഈ എല്ലാ പ്രശ്നങ്ങളിലും, ഈ മലമ്പാരലിലും അടിയിലും ക്രൂരമായ പീഡിപ്പിക്കലിലും അതിൻ്റെ എല്ലാ ഇടയിൽ എൻ്റെ കൊച്ചെ എന്നെനിക്ക് അവളെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പം അവൾ നഷ്ടപ്പെട്ടപ്പോൾ ആ 8 വയസ്സുകാരന് എല്ലാം നഷ്ടപ്പെട്ട പോലെയുള്ളൊരു വേദന. 8 അല്ല 9 വയസ്സായിരുന്നു. അവളെ നഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല, തീർന്നു പോയി എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിയപ്പോഴാണ് ആ അലറിക്കരഞ്ഞുകൊണ്ടുള്ള ഓട്ടം. അതിനകത്ത് ഞാൻ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, അന്ന് ആ സ്ഥാപനത്തിൻ്റെ ഉടമയായ ആ അമ്മച്ചി അവരെന്നെ ഈ പാമ്പിനെ കൊല്ലാനൊക്കെ തൊടികളിൽ തല്ലിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന വണ്ണമുള്ളൊരു ചൂരല്ലേ, അത് വെച്ച് അവർ തല്ലുക. അതെൻ്റെ തല മുതൽ കാല് വരെ ഞാൻ ഈ കൊച്ചിനെ തേടിയാൽ കാറിക്കൊണ്ട് ഓടിയപ്പോൾ അവരെന്നെ തല്ലി ചതച്ചു. പക്ഷെ ഞാൻ കരഞ്ഞത് ശരിക്കും എൻ്റെ അടിയുടെ വേദനയൊന്നും ആയിരുന്നില്ല, അവളെ നഷ്ടപ്പെട്ട വേദന മാത്രമായിരുന്നു. പക്ഷെ ഒരു സൈക്കിളിലിരുത്തി ഒരു മെല്ലിച്ച മനുഷ്യൻ അവളെ ആയിട്ട് വരുമ്പോൾ എൻ്റെ അടി കിട്ടിയ വേദന എല്ലാം ഒറ്റയടിക്ക് പോയി.
തീർച്ചയായിട്ടും ആ ഗതകാലങ്ങളിലേക്ക് അങ്ങയുടെ ഓർമ്മകൾ വല്ലാതെ ഉളിയിടുമ്പോൾ തീർച്ചയായിട്ടും സങ്കടങ്ങളുടെ പെരുമഴയാണ് ഇപ്പോഴും മനസ്സിലെന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഇത് പ്രേക്ഷകർ കാണാതിരിക്കാനും ആവില്ല. കാരണം ഈ പുസ്തകം ഉണ്ടായതെല്ലാം ഈ സങ്കടങ്ങളിൽ നിന്ന് വാറ്റിയെടുത്തതാണല്ലോ കമ്പളികണ്ടത്തെ കൽപ്പരണികൾ. അക്കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിൽക്കട്ടെ. സങ്കടങ്ങളുടെ കഥകൾ ഇനിയും അനേകമായിട്ട് എനിക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാനുണ്ട്. ഈ പരദുർജയൻ ഇന്ദ്രജിത്തുമായി പൊരുതും നിൻ കഥ കേട്ടു വെമ്പലാൽ കരൾ നിന്നിലെ ഇയെന്ന കൂറുതൻ പെരുതാമാഴമറിഞ്ഞതന്നിവൾ എന്ന് സത്യം പറഞ്ഞാൽ സീത ലക്ഷ്മണനെ ഓർത്ത് പറയുന്നുണ്ട്. സത്യത്തിൽ ആർക്കും ജയിക്കാനാവാത്ത ഇന്ദ്രജിത്തുമായി നീ പൊരുതിയപ്പോഴാണ് ലക്ഷ്മണ നിന്നോട് എനിക്ക് ഇത്ര സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത് എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് പോലൊരു ഭാഗമാണിത്. സത്യത്തിൽ അവർ നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്, ലാലിയും ബിന്ദുവും ഒക്കെ. നമ്മൾ നമ്മളെക്കാൾ സ്നേഹിക്കുന്നവരാണെങ്കിലും അവരൊരാൾ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോഴാണ് സത്യത്തിൽ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടേക്കും എന്ന ആകുലതയാണ് അങ്ങയെ അത്രമാത്രം വേദനിപ്പിച്ചത് എന്നതാണ് സത്യത്തിൽ. ഞാൻ ഇതുപോലെ തന്നെ രംഗങ്ങളാണ്. ഒന്ന്, ആദ്യമായി ചെരുപ്പിടുന്ന രംഗം. പള്ളിയിൽ വെച്ച് അത് മറന്നു പോന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന കാപ്പിയുടെ വടി വെട്ടി അമ്മ അടിച്ചു. ഈ എന്തൊക്കെങ്ങനെയാണ് ഇത്തരം വേദനകളെല്ലാം കൂടി പേർന്ന് ഒന്ന് നമ്മൾ ആകെ മോഹിച്ച് ദാഹിച്ച് നമുക്ക് കിട്ടിയ ചെരുപ്പ് നഷ്ടപ്പെട്ടത്, മറ്റൊന്ന് അടി. അത് ഒരമ്മയുടെ ഒരു വേദനയുണ്ട്, നമ്മൾ മറന്നു പോയതിൻ്റെ ഉണ്ട്. അവരൊത്തിരി കഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ അത് ചമ്പക്കരയിലെ ടീച്ചർ മേടിച്ച് തന്ന ഫ്രീ ആയിട്ട് ആദ്യത്തെ ആ ചെരുപ്പ്, വള്ളി ചെരുപ്പ്. നമുക്ക് ഈ ചെരുപ്പിട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ് ശരിക്കും അത് മറന്നു പോയത്. നമുക്ക് എന്നും ചെരുപ്പിടുന്ന ആളാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ഇട്ടുകൊണ്ടേ പുറത്തിറങ്ങുള്ളൂ. ഈ ആദ്യ കുർബാന കഴിയുമ്പോഴേക്കും അവരൊരു കിറ്റ് കൊടുക്കുമായിരുന്നു. ആ കിറ്റിനകത്ത് ഈ ബേക്കറി പലഹാരങ്ങൾ ഓരോന്ന്, ഒരു 2 ബിസ്ക്കറ്റ്, ഒരു റസ്ക്, ഒരു ചെറിയ പഴം, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് കഴിക്കാനായിട്ടാണ് ഞാൻ ആദ്യ കുർബാനയ്ക്ക് പോയത് പോലും, അല്ലാതെ കർത്താവിനെ സ്വീകരിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് കിട്ടുന്നത് പള്ളിമുറിയുടെ പുറകിൽ മൺഭിത്തിയുടെ താഴെ മുറ്റത്ത് നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അകത്ത് ഭക്ഷണം വിളമ്പം നമുക്ക് കേൾക്കാം. മെത്രാനാണ് വന്നിരുന്നത്. കമ്പളികണ്ടത്തുള്ള തെള്ളിത്തോട് പള്ളിയുടെ കുരിശുപള്ളിയുടെ വെഞ്ചരിപ്പ് വന്നായി. അവിടെയാണോ അങ്ങ് ഈ പന്നി പിതാവേ പോത്ത് പിതാവേ എന്നുള്ള പ്രയോഗം? അകത്തുനിന്ന് അന്ന് കേൾക്കുന്നുണ്ട്, ആട് പിതാവേ, കോഴി പിതാവേ, പന്നി പിതാവേ, പോത്ത് പിതാവേ. ഇത് നമ്മൾ കേൾക്കുമ്പോൾ അന്നേരം ഞാൻ ആ റസ്കൊക്കെ കാലിപ്പിലും കടിച്ചു തിന്നായിരുന്നു. ഇത് ഒന്നത്. മറ്റൊന്ന്, നമ്മുടെ എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ചേട്ടത്തിയും കൂടിയാണ് അമ്മിണി ടീച്ചർ. ഈ പാലപ്പറമ്പിലെ അമ്മിണി ടീച്ചർ ഭർത്താവ് അറിയാതെ ഒരു കുട വാങ്ങിച്ചു തന്ന കാര്യം പറയുന്നുണ്ട്. കുടയ്ക്ക് അന്ന് അത്രയേറെ പഞ്ഞമായിരുന്നു. ജെസ്സിക്ക് മാത്രമാണ് 10-ലെത്തിയപ്പോൾ ഒരു കുട മേടിച്ചു കൊടുത്തത്. അത് അന്നൊക്കെ ഇവിടെ വലിയ കുടകളെ ഉണ്ടായിരുന്നുള്ളൂ. മടക്കുന്ന കുടയായിരുന്നു ജെസ്സിയുടേത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനൊരു വെളുത്ത പിടിയും അത് ഞെക്കുമ്പോൾ തെറിക്കുന്നതായിരുന്നു. ആ ഞെക്കുന്ന സ്വിച്ച് ഒരു സിൽവർ കളറായിരുന്നു. അപ്പോൾ അത് അവൾക്ക് 10ൽ കയറിയപ്പോൾ കിട്ടി. എനിക്ക് 6ാം ക്ലാസ്സിൽ കയറിയപ്പോൾ 7ൽ കയറിയപ്പോഴാണ്. 6ാം ക്ലാസ്സിൻ്റെ അവധിയുടെ സമയത്ത് പാലപ്പറമ്പിലെ അമ്മിനിറ്റീസിൻ്റെ ഒരു വീട് പുതുക്കിപ്പണിയോ ഒരു ഭാഗം കൂട്ടിച്ചേർക്കുകയോ ചെയ്യുമ്പം മത്തച്ഛ സാറിൻ്റെ പാറയിൽ നിന്ന് കല്ല് ചുമന്നുകൊണ്ട് കമ്പനിക്കാരുടെ വീടിൻ്റെ അതിലൂടെയുള്ള തോടും കടന്ന് വരമ്പിലൂടെ അവരുടെ വീട്ടിലെത്തിക്കും. അപ്പം വലിയ കല്ല് വരുമ്പോൾ എനിക്കൊന്നും തരികയല്ല, കാരണം കൊച്ചു കൊച്ചല്ലേ. അപ്പോൾ അത് കൊടുക്കരുത് നമ്മ പണിയുന്ന സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടീച്ചർ എനിക്ക് കുടയില്ല എന്നറിയാം. അപ്പം അങ്ങനെ ലാലിക്ക് കിട്ടും മുമ്പേ എനിക്കാണൊരു കുട കിട്ടിയത്. അത് പാലപ്പറമ്പിലെ അമ്മിനിറ്റീസിനത് അതെന്തുകൊണ്ടാണ് ഭർത്താവ് ബേബിസാർ അറിയാതെ എന്നൊരു സൂചന? ബേബിസാർ അറിഞ്ഞു കൊടുക്കുന്ന അമ്മയ്ക്ക് കൂലി കൊടുക്കുന്നില്ലേ? കൂലി എല്ലാം കൊടുക്കുന്നുണ്ട്, അവിടെ പണിയുന്നുണ്ട്. അപ്പൊ ബോബി എന്നോട് പറഞ്ഞിരുന്നു ഈ സമയത്ത് ഈ അവിടെ ചെല്ലുന്നതും അമ്മയ്ക്ക് കൂലി കൊടുക്കുന്ന കാര്യമൊക്കെ സൂചിപ്പിച്ചു. ഈ സാറ് നല്ല മനുഷ്യനാണ്. ബേബി സാറ് വളരെ നല്ല മനുഷ്യനാണ്. അമ്മയ്ക്ക് ഈ കൂലി കൊടുത്തു കഴിഞ്ഞ് അന്നൊക്കെ ഒരു 10-12 രൂപയൊക്കെ വെറുതെ കൊടുക്കും മേരിക്ക്. എൻ്റെ മേരി ആ പിള്ളേർക്ക് ഇച്ചിരി ഭക്ഷണം എന്തെങ്കിലും ഇച്ചിരി കൂടുതൽ മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ടൊരു കാര്യം കൂടെ പറയുമായിരുന്നത്രേ, ആ പിള്ളേരോട് ബോബിയോടും ബിനോയോടും പറയുമായിരുന്നത്രേ, നീ ആ നന്ദികുന്നേലെ ബാബുവിനെ കണ്ടു പഠിക്ക്. അത് ഞാൻ വലുതായപ്പോൾ അവിടെ അന്ന് ജോലിക്കൊക്കെ പോകുമായിരുന്നല്ലോ. അന്ന് പണിക്ക് പോകുമായിരുന്നു. അന്നേരം ഈ 12 വയസ്സ് തൊട്ട് നമ്മൾ പണിയും. എല്ലാ സമയത്തിന്റെ കുറവുകൊണ്ടാണ്. അങ്ങോട്ട് 1-2 കാര്യങ്ങളോട് വളരെ പെട്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഈ അവിടെ ഈ പുസ്തകത്തിലുടനീളം അവിടെ അങ്ങയുടെ ഇൻസ്പയറിങ് മെന്റാലിറ്റി, അത് പ്രത്യേകിച്ച് ഈ ഒരു അതിജീവനത്തിന്റെ കഥയാണല്ലോ അങ്ങ് പറയുന്നത്. ആരെയും ഇൻസ്പയർ ചെയ്യുന്ന അതിസുന്ദരമായ ആഖ്യാനങ്ങളാണ് ഈ പുസ്തകം. അക്കാര്യത്തിലൊന്നും ഒരു
അതും വളരെ സുതാര്യമായി ഋജുവായി വളരെ ലളിതമായ ലളിത സുഭഗമായ ഭാഷയിലാണ് അങ്ങ് പറഞ്ഞും പോയിരിക്കുന്നത്. കാര്യത്തിൽ ഒന്നും സംശയമില്ല. പക്ഷേ അവിടെ ഈ വെളുപ്പാങ്കാലത്തെ നക്ഷത്രങ്ങൾ, ആകാശത്തെ നക്ഷത്രങ്ങളൊക്കെ പോലെ തന്നെ ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ സഭയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ മനസ്സിലുണ്ട്. അത് പുസ്തകത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്, ഇല്ലേ? ചില ധാർഷ്ട്യങ്ങൾ, പ്രത്യേകിച്ച് വൈദിക പ്രമാണിമാരുടെ കൈകളിൽ നിന്ന് ഉണ്ടാകുന്ന ചില ധാർഷ്ട്യങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളുണ്ട്. ആ സൂചനകൾ കൃത്യമാണ്, അത് ശരിയായിരുന്നു എന്ന് തന്നെയാണ്, അല്ലേ? ആണ്. കാരണം എനിക്ക് സഭയോട് എതിർപ്പുള്ള ആളല്ലല്ലോ. ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇപ്പോഴും കുർബാനയ്ക്ക് പോകുന്നയാളും എൻ്റെ മക്കളോടൊത്ത് പോകുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം 5 മിനിറ്റ്, കൂടുതലില്ല, എൻ്റെ മക്കളോട് ഒപ്പം വരുന്ന ഇന്നത്തെ ദിവസത്തിന് ദൈവസന്നിധിയിൽ നന്ദി പറയുന്ന ആളാണ്. പക്ഷെ എനിക്ക് കമ്പളികണ്ടത്തെ ദേവീക്ഷേത്രത്തിൽ പോയി ശ്രീകോവിലിന് മുമ്പിൽ തൊഴുന്നതിന് യാതൊരു കുഴപ്പവുമുള്ള ആളല്ല. അത്രമാത്രം മതേതരമാണ്. ആണ്. എനിക്ക് ഇപ്പോൾ ഒരു നല്ല മസ്ജിദ് കണ്ടാൽ ഞാൻ വണ്ടി നിർത്തി അവിടെ ഇവിടെ കയറിക്കോട്ടെ. അങ്ങനെ ഒരു സംഭവം ഈ അടുത്ത കാലത്ത് പെരുമ്പിലാവിനടുത്തുണ്ടായിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന വഴിക്ക് നല്ല സുന്ദരമായ റഫീഖ് അഹമ്മദിന്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ ഞാനത് കയറി ഞാനപ്പോൾ ചോദിച്ചു, ഇതിനകത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പ്രവേശിക്കാം? അപ്പോൾ അവിടെ നിന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, ഇവിടെ മനുഷ്യർക്കെല്ലാം പ്രവേശിക്കാമെന്ന്. അപ്പോൾ ഞാൻ മനുഷ്യനാണല്ലോ, ഞാനകത്ത് ഞാൻ പറഞ്ഞത് സുന്ദരമായിരിക്കുന്നു. അപ്പോൾ എനിക്കതൊരു തടസ്സമാകുന്നില്ല. അപ്പോൾ ഈ കത്തോലിക്ക സഭയിൽ ഞാൻ കാണുന്ന വിമർശനം, ഞാനൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ പ്രാക്ടീസിലുള്ള വിമർശനമായിരിക്കും. വിലാസിനി എന്ന് പറയുന്ന ഒരു അമ്മച്ചിയുടെ വയറ്റിലായിരുന്നു ഞാൻ ജനിച്ചതെങ്കിൽ, ഞാനൊരു ഹിന്ദു ആയിരുന്നെങ്കിൽ ഹൈന്ദവ മതത്തിൽ. ഇത് നമ്മൾ നല്ല ബന്ധങ്ങളിൽ വിയോജിക്കാനുള്ള അവകാശം ഞാൻ ആർക്കും വിട്ടുകൊടുക്കാറില്ല. എനിക്ക് വിയോജിക്കാനുള്ള അവകാശം എൻ്റേത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഞാൻ ആരെയും സ്നേഹിക്കൂ. അതിനെയാണ് ജനാധിപത്യം എന്ന് നമ്മൾ പൂർണ്ണ അർത്ഥത്തിൽ പറയുന്നത്. എൻ്റെ ഈ പുസ്തകം ഇപ്പം പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പക്ഷത്തുമുള്ള ആളുകൾ വായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നേതാക്കന്മാരെന്താണെങ്കിലും എനിക്കറിയാം. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ പറഞ്ഞു, മുഖ്യമന്ത്രി ഈ അടുത്ത ദിവസം പുസ്തകം മേടിച്ചിട്ടുണ്ട്, അദ്ദേഹം വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നാളെ വോട്ട് ചെയ്യുന്നു എന്ന് അതിനർത്ഥമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും, ഇപ്പം സഭയാണെങ്കിലും മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും വിയോജിക്കാനുള്ള അവകാശം നിലനിർത്തി തന്നെയാണ് ഞാൻ ജീവിക്കുക. നീ ആ നന്ദികുന്നേൽ മേരിയുടെ മകനല്ലേ എന്ന ചോദ്യം ഇപ്പോഴും ഇടിമുഴക്കമായി മനസ്സിലുണ്ടോ? ഇടിമുഴക്കമായിട്ടൊന്നുമില്ലെന്നേ. അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്തിൻ്റെ സൃഷ്ടിയാണ്. ഞാൻ പറഞ്ഞിരിക്കുന്ന വളരെ വളരെ പഴകിയ ഒരു മാടമ്പിയായിരുന്നു അദ്ദേഹം. ആണെന്നേ. അദ്ദേഹം ഈ ഞാൻ മെത്രാനാണ് എന്നൊരു ഭാവം അദ്ദേഹം കാണിച്ചിരുന്നു. അവിടെ അദ്ദേഹം ആ കാലഘട്ടത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ഇനി ഒരു വൈദിക ഭാഷയിൽ നമുക്കതിനെ വെളുപ്പിക്കാനായിട്ട് പലരും പറയും, അന്നത്തെ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അമ്മയെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞത്, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഞാൻ ചോറുണ്ട് വളർന്നതായതുകൊണ്ട് എൻ്റെ മസ്തിഷ്കത്തിലെ അതിൻ്റെ സെല്ലുകൾക്കെല്ലാം പ്രവർത്തനം നോർമൽ ആയിട്ടുള്ളത് കൊണ്ടും അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്. അങ്ങേ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ ഇതുപോലെ തന്നെ മറ്റൊരു മെത്രാന്റെ സന്നിധിയിൽ കാലിൽ വീണ്, ഞാൻ അങ്ങേക്ക് സ്വർഗത്തിനുമെതിരെ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്ന രംഗം അങ്ങയുടെ ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ, അല്ലേ? ഞാനതിലേക്ക് കടക്കുന്നില്ല പൂർണ്ണമായിട്ട്, എന്നാൽ പോലും ഞാൻ കാരുണ്യമേ, ക്രിസ്തു പ്രസംഗിച്ചിരിക്കുന്നത് കാരുണ്യത്തിൻ്റെ സുവിശേഷമാണ്. ഒന്ന്, കരുണയില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ പൗരോഹിത്യ നേതൃത്വങ്ങളും ക്രൈസ്തവമല്ലാത്തതാണ്, ക്രൈസ്തവ വിരുദ്ധമാണ്. ഇനി അടുത്തതൂടെ ഉണ്ട് ഒരു വശം, അതിപ്പോൾ ഫാഷനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു മതവിശ്വാസത്തിലുള്ളവരെ, അത് ഏത് മതത്തിലാണെങ്കിലും, ദ്വേഷിക്കുകയും ശത്രുപക്ഷത്ത് നിർത്തുകയും അവരെല്ലാം നമ്മളെ വശീകരിക്കാനുള്ളവരാണെന്നും പ്രണയത്തിലൂടെ അകപ്പെടുത്തുന്നവരാണെന്നും എല്ലാം പറയുന്ന ക്രൈസ്തവ പുരോഹിതരും പുരോഹിത ശ്രേഷ്ഠരും ക്രിസ്തു സിദ്ധാന്തങ്ങൾക്കും ക്രിസ്തു പഠിപ്പിക്കുന്നതിനും എതിരാണ്. അവരെല്ലാം കേവലം മതമനുഷ്യരാണ്. അതാണ് ഒരു കുഴപ്പം. ഇവരെല്ലാം സാധാരണ മനുഷ്യരാകുന്നില്ല, ഇത് ശരാശരി മനുഷ്യരാകുന്നില്ല. അങ്ങ് പറഞ്ഞതാണ് പൂർണ്ണമായും ശരി, അക്കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള അങ്ങയുടെ ചിന്ത വരും കാലങ്ങളിൽ ഈ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം മതേതരമായ ചിന്ത അതിശക്തമായി പ്രബലപ്പെടേണ്ട ഒരു കാലഘട്ടം. മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചേരിതിരിഞ്ഞ് ഈ ദ്വേഷം വളർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ചിന്തയ്ക്ക് തീർച്ചയായിട്ടും, ഈ ചിന്തയുടെ ഒരു പോയിന്റിലൂടെ സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും ആഡ് ചെയ്താൽ, നമ്മളിപ്പോൾ പറയും ഈ മതം കൊണ്ടുവന്ന് രാഷ്ട്രീയത്തെ പൊലിപ്പിച്ച് നമ്മളുടെ രാജ്യസ്നേഹത്തെ ഒരു നാഷണലിസത്തിൻ്റെ പ്രിസത്തിലൂടെ കടന്നുവിടുന്ന ഒരു സമ്പ്രദായവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അവിടെയും ഒരു തെറ്റുണ്ട്.
26 വർഷമായിട്ട് ഫ്രാൻസിൽ ജീവിക്കുന്ന ആളാണ്. ഈ രാഷ്ട്രസ്നേഹത്തിൻ്റെ മീമാംസ നമ്മൾക്ക് പകർന്നു തരുന്ന അത്തരം തീവ്ര രാഷ്ട്രബോധമുള്ള മനുഷ്യർ, രാഷ്ട്രബോധമൊന്നും അല്ലത്, രാഷ്ട്രസ്നേഹത്തിൻ്റെ ഭ്രാന്ത് അനുഭവിക്കുന്നവർ. യൂറോപ്പിലോ അമേരിക്കയിൽ പോയാൽ 5 വർഷം അവിടെ ജീവിച്ചാൽ ആ 5-ാം വർഷം അവിടുത്തെ പൗരത്വം എടുത്ത് ഈ രാജ്യസ്നേഹം മറന്നു കളയുന്നവരാണ്. ഞാൻ 26 വർഷമായി അവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഞാനോ എൻ്റെ ഭാര്യയോ ആ നാട്ടിൽ ജനിച്ച എൻ്റെ മക്കളോ എല്ലാവരും ഇന്ത്യൻ പൗരന്മാർ മാത്രമാണ്. എൻ്റെ മക്കൾക്ക് ഒരു 14 വയസ്സാകുമ്പോൾ തൊട്ട് എന്നോടോ എൻ്റെ ഭാര്യയോടോ പറയാം ഞങ്ങൾ ഈ ഫ്രാൻസിലെ സിറ്റിസൺ ആകുന്നു. അവരാവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും അക്കാര്യത്തിൽ ഈ 26 വർഷമായിട്ടും ഇന്ത്യൻ പൗരത്വം നിലനിർത്തുന്നു. അതുകൊണ്ട് തന്നെ എന്നെ രാജ്യസ്നേഹം പഠിപ്പിക്കാനും ആരും വരണ്ട, ഈ മതമാണെങ്കിൽ മാത്രമെന്ന് പറയും. ഇനി പൗരത്വം തെളിയിക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയ പാടാവും. തീർച്ചയായിട്ടും അങ്ങയുടെ നിലപാടുകൾക്കൊക്കെ പൂർണ്ണമായി പിന്തുണയുണ്ട്. തീർച്ചയായിട്ടും അതിനോടൊക്കെ യോജിക്കുന്ന ഒരാളാണ് ഞാൻ, യാതൊരു സംശയവും വേണ്ട. അതാണ് നമ്മുടെ സമൂഹം. അവസാനമായി 26 വർഷമായി, അതായത് 2.5 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ഫ്രാൻസിൽ അങ്ങ് ജീവിക്കുന്നു, പാരീസിൽ ജീവിക്കുന്നു. വലിയ എഴുത്തുകാരെ സൃഷ്ടിച്ച നഗരവും കൂടിയാണ് പാരീസ്, പ്രത്യേകിച്ച് രാജ്യവും കൂടിയാണ്. വിക്ടർ ഹ്യൂഗോ അവിടെയാണ്. ഇപ്പോൾ ലെസ് മിസറബിൾസ് അല്ലെങ്കിൽ ലേ മിറാബിലെ, അതിന്റെ പ്രൊണൗൺസിയേഷൻ പൂർണ്ണമായിട്ട് ശരിയാണ്. അതെ, അത് അങ്ങനെയാണോ എനിക്കറിയാം. അതായത് ഇംഗ്ലീഷിൽ ലെസ് മിസറബിൾസ് എന്നും നമ്മുടെ നാലാപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിലും അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, അങ്ങനെയാണ് വിക്ടർ ഹ്യൂഗോയെ, ജീൻ വാൽജീനെയൊക്കെ നമുക്ക് പരിചയം. നമ്മൾ ജീൻ വാൽജീൻ എന്ന് പറയുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ അങ്ങേക്കറിയാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അതിന്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചത്. റാങ് ഒക്കെ കൂട്ടി പറയണമെന്നാണ്, യെസ്, അങ്ങനെയൊക്കെ പറയണമെന്നാണ്. അത് പോട്ടെ. ഏതായാലും വിക്ടർ ഹ്യൂഗോയെ ലോകത്തിന് സംഭാവന ചെയ്ത അതുപോലെ ഒരു പ്രതിഭാധനനായ എഴുത്തുകാരനെ ലോകത്തിൽ, അതുപോലെ തന്നെ ആൽബർട്ട് കാമ്യൂവിനെ അല്ലേ, ജീൻ പോൾ സാർട്രെ, ഇവരെയൊക്കെ, അലക്സാണ്ടർ ഡ്യൂമ, ഇതുപോലുള്ള വലിയ വലിയ എഴുത്തുകാരെ, ഒരുപക്ഷെ ലോകം ആദരിക്കുന്ന എഴുത്തുകാരെ, നമ്മുടെ എം മുകുന്ദനൊക്കെ അവിടെ ഫ്രഞ്ച് എംബസിയിലെ ജോലിക്കാരനായിരുന്നു. അദ്ദേഹം കുറേ കാലം അവിടെ ജോലി ചെയ്ത് തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹത്തെ എക്സിസ്റ്റൻഷ്യലിസം ഒക്കെ വല്ലാതെ ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ലോകം അതിലൊരു മനുഷ്യനും, ഹരിദ്വാരിൽ മണിമുഴങ്ങുന്നു, ആവിലായിലെ സൂര്യോദയമൊക്കെ അദ്ദേഹം എഴുതിയ അവരുടെ കഥാപാത്രങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ പോയത്. അങ്ങേക്ക് ഈ എക്സിസ്റ്റൻഷ്യലിസം അല്ലെങ്കിൽ അസ്തിത്വ ദുഃഖവും ആ വാദം എന്തെങ്കിലുമൊക്കെ പിടിപെട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചിന്തിക്കുന്നത്, ഒരു വ്യക്തിക്ക് അവൻ്റെ വേരുകളെക്കുറിച്ച് നല്ല ബോധ്യങ്ങളുണ്ടെങ്കിൽ ഏത് ഒഴുക്കിൽപ്പെട്ടൊഴുകിയാലും അടിയുന്ന തീരത്ത് ആ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. എനിക്ക് എത്ര പാരീസിൽ ജീവിച്ചാലും ഇച്ചിരി മീൻകറിയും ചോറും ഇച്ചിരി കപ്പപ്പുഴുക്കും വേണം. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. എന്ന് കരുതി ഇപ്പോൾ ഫ്രാൻസിലിപ്പം ഒരു ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിന് ശേഷം ഫ്രഞ്ച് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോട് കഴിക്കും. പക്ഷെ വൈകുന്നേരം ഇച്ചിരി മീൻകറി കൂട്ടി കഴിക്കണം. എക്സിസ്റ്റൻഷ്യലിസം എന്നുള്ളത് വരുന്നില്ല. പിന്നെ അത്തരം തീവ്രമായ ഫിലോസോഫിക്കലായിട്ടുള്ള ചിന്തകളിലേക്ക് ഞാൻ പോകാറില്ല. എഴുത്തിൽ പോലും അതിനെ കൊണ്ടുവരാറില്ല. എഴുത്തെന്ന് പറയുന്നത്, ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് നാളെ മഹാഭാരതത്തിൽ നിന്ന് ഒരേട് ഉണർത്തിയെടുത്ത് ഒരു നോവൽ എഴുതാനാവില്ല, ബൈബിളിൽ നിന്ന് എഴുതാനാവില്ല. ഞാനതൊക്കെ ബൈബിളിൽ നിന്നോ ഖുറാനിൽ നിന്നോ ഒന്നും പറ്റില്ല. അതിനെയൊക്കെ ഞാൻ കാണുന്നത് കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ കഥ പറച്ചിലായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് ഓരോരുത്തർക്കും അവരുടെ ആത്മീയ തലങ്ങളെ വികസിപ്പിച്ചെടുക്കാനുള്ള ചില വളയങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അതിലൂടെ നിങ്ങൾ ഒരു നല്ല മനുഷ്യനാകുന്നുണ്ടെങ്കിൽ, മറ്റു വളയങ്ങളിൽ കളിക്കുന്നവർക്കും നൃത്തമാടുന്നവർക്കും അവരവരുടേതായ അസ്തിത്വമുണ്ടെന്നും അതും നല്ലതാണെന്നും ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശീലിക്കുന്ന ആ കഥ നല്ലത് തന്നെ, ഉപേക്ഷിക്കേണ്ടതില്ല. പക്ഷേ മറ്റ് കളങ്ങളിൽ കളിക്കുന്നവരെല്ലാം മോശമാണെന്നും അവർ നമുക്കൊരു ത്രെട്ടാണെന്നും ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ വളയം നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ ആ വളയം ഭേദിക്കാനുള്ള സമയമായി. പിന്നെ കുറേ കഴിയുമ്പോൾ എത്ര ഏറെ ആഴപ്പെട്ട് അവിടെ ജീവിച്ചാലും വളയത്തിനപ്പുറത്തേക്ക് കടന്നു പോവുകയും ഒരു പരമമായ ഒരു നന്മയെ എല്ലാ മനുഷ്യരിലേക്കും കാണാനും നമുക്ക് പറ്റണം. ഞാൻ ആഗ്രഹിക്കുന്നത്, ഇനി മുമ്പോട്ട് എഴുതിയാലും അത് ഇന്ന് നാം കാണുന്ന ഇതുപോലെ എഴുതാൻ പറ്റും. അത് നോവലാണെങ്കിലും അതിൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ച് ഞാൻ ബോധഡല്ല, അതിലുപയോഗിക്കുന്ന ലെക്സിക്കുകളെ കുറിച്ച് ഞാൻ ബോധഡല്ല. അതിങ്ങനെ ആയിരിക്കണം എന്ന നിബന്ധന എനിക്ക് ഒരിക്കലും വേണ്ട. എഴുത്തുകാരൻ അങ്ങനെ ആയിരിക്കണം, എഴുത്തുകാരൻ ഇങ്ങനെ ആയിരിക്കണമെന്നോ മറ്റുള്ളവരെ അനുകരിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന പന്ഥാവിലൂടെ സഞ്ചരിക്കണമെന്നോ ഒന്നും ആവാൻ പാടില്ല. കാരണം നമ്മൾ കാലാകാലങ്ങളിൽ എഴുത്തുകാരൻ അനുഭവിക്കുന്നതിനെ അവൻ്റെ ഭാഷയിൽ എഴുതുക എന്നുള്ളത് അങ്ങ് എഴുതിയതും അതുകൊണ്ടാണ്. അതാണ് വിജയിച്ചത്. അതുകൊണ്ടാണ് ആ ഭാഷയ്ക്ക് പ്രത്യേകിച്ച് ദാർശനികമായ ഭാഷയൊന്നും അങ്ങ് കൊണ്ടുവന്നിട്ടില്ല. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചില വാക്കുകളെ കുറിച്ച് ആക്ഷേപമുണ്ട്. ഇണ്ടി എന്ന വാക്ക് കോട്ടയത്തോ തൃശ്ശൂരോ ഒക്കെ ഉള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് മലയാളമല്ലെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിലെ മലയാളത്തിൽ ആ വാക്കുണ്ട്, അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ലെങ്കിൽ കോട്ടയത്തോ തൃശ്ശൂരോ കോഴിക്കോടോ ഉള്ള മലയാള സാഹിത്യകാരന്മാരാരും
ഇണ്ടി എന്ന ഇടുക്കിയിലെ വാക്ക് ഉപയോഗിച്ച് ഭാഷയെ പുഷ്ടിപ്പെടുത്തില്ല. അത് ഒരിക്കലും ഉപയോഗിക്കേണ്ട ആള് അത് ഞാനാണ്. പറയുന്ന ഒരു ഭാഷയെക്കുറിച്ചും ഭാഷയുടെ നേരനുഭവങ്ങളെക്കുറിച്ചും അറിയാത്തവരാണ്. അത് നമ്മൾ വിമർശനമായി കാണേണ്ടതുമില്ല. കാരണം എന്ന് വെച്ചാൽ ഭാഷ ഉപയോഗിക്കുന്നത് അതാത് നാട്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, നാട്ടിലെ ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നോവലിലായാലും എഴുത്തിലായാലും എവിടെയാണെങ്കിലും അത് ഉപയോഗിക്കുക തന്നെ ചെയ്യണം. അത് മറ്റുള്ളവർ അന്വേഷിച്ചറിയുകയും വേണം. അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കാൻ അനവധിയായ കാര്യങ്ങളുണ്ട് സാർ, നിരവധിയായ കാര്യങ്ങളുണ്ട്. കാരണം പുസ്തകവുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിലെ ഓരോ രംഗങ്ങളും ചലച്ചിത്ര രംഗങ്ങൾ പോലെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ വരാൻ മാത്രം ശേഷിയുള്ള, ക്ഷമതയുള്ള പദങ്ങളും ശൈലിയുമാണ് അങ്ങ് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യത്തിലൊന്നും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത് കാലാകാലങ്ങളോട് നിലനിൽക്കുകയും ജനങ്ങൾ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, വളരെ വേഗത്തിൽ, ഒരുപക്ഷെ കേരളത്തിൽ ഇത്ര വേഗത്തിൽ ആര് പറഞ്ഞാൽ, നീ ഏത് പബ്ലിക്കേഷൻകാർ ഏത് പുസ്തകം നിരത്തി പറഞ്ഞാലും, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കൃതികളെ സംബന്ധിച്ചൊക്കെ നമുക്കിവിടെ ചർച്ച ചെയ്യാം. പക്ഷേ ആരൊക്കെ പറഞ്ഞാലും ഈ പുസ്തകം ഇത്ര കുറഞ്ഞ കാലയളവിൽ, ഹ്രസ്വമായ കാലയളവിൽ, ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയേറെ പതിപ്പിറങ്ങിയ ഒരു പുസ്തകം മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അത് അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും അതിനുള്ള അങ്ങേക്ക് തീർച്ചയായിട്ടും എഴുതാൻ കഴിയും. അടുത്ത പുസ്തകം നോവലാകട്ടെ, കഥയാകട്ടെ, കവിതയാകട്ടെ, ഏതായാലും പ്രശ്നമില്ല. അങ്ങേക്ക് ഈ സർഗ ലോകത്ത് ഒരു വലിയ സ്ഥാനം ഉണ്ടാവും. ഈ പുസ്തകം തീർച്ചയായിട്ടും നമ്മുടെ സർഗാത്മകതയുടെ സൗരയുദ്ധങ്ങളിൽ തിളങ്ങുന്ന ഒരു പുസ്തകമാണ് എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മീഡിയാനെറ്റിൽ വരികയും ഈ യഥാർത്ഥ എഴുത്തുകാരൻ, ഭൂമി മലയാളം മുഴുവൻ ചുറ്റിത്തിരിയുന്ന ഒരു പുസ്തകത്തിൻ്റെ യഥാർത്ഥ എഴുത്തുകാരൻ മൂർത്തരൂപത്തിൽ നമ്മുടെ മുന്നിൽ വരികയും ഞങ്ങളോട് സംവദിക്കുകയും ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ചതിനും ഇവിടെ എന്നോട് സംസാരിച്ചതിനും അവസരം തന്നതിനും നന്ദി സാർ. താങ്ക് യു.